യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി പ്രഭാതത്തിൽ ഈശോയെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. നമുക്ക് മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം, ആഗ്രഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചു
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ, ഉടമ്പടി എടുത്ത് അതിൻ്റെ കറക്റ്റ് ഉടമ്പടിയിലൂടെ ഒരു വിശ്വാസയാത്രയൊക്കെ എല്ലാം നടത്തി ആ വിശ്വാസയാത്രയിലെ അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തി അതിനുശേഷം നമ്മൾ അവരോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് കവനൻറ്റ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്. അതൊരു പൊതുവെ കോമൺ ആണത് മറുപടി. എന്നാലും ചിലർ ഈ വളരെ ഇൻ്റലിജൻ്റായിട്ടും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ നമ്മളെപ്പോലെ ഇങ്ങനെ സ്ഥൂലമായിട്ട് സംസാരിക്കത്തില്ല, സൂക്ഷ്മമായിട്ട് സംസാരിക്കും. സ്ഥൂലമെന്ന് പറയണത് വാട്ട് ഹാപ്പൻ ടു അസ്, നമുക്ക് ജോലിയിൽ എന്ത് അപ്ഗ്രഡേഷൻ ഉണ്ടായി, നമ്മുടെ എഡ്യൂക്കേഷനിൽ എന്ത് അപ്ഗ്രഡേഷൻ ഉണ്ടായി, ജീവിതത്തിൽ ആകപ്പാടെ എന്ത് ചുറ്റുപാടുകൾക്ക് എന്ത് മാറ്റം ഉണ്ടായി, അതാണ് സ്ഥൂലമായി ഇങ്ങനെ പരത്തി സംസാരിക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റും ഉടമ്പടി പ്രത്യക്ഷനെ പ്രാർത്ഥിച്ച് ചെല്ലിയും അരമണിക്കൂർ ഭജനങ്ങൾ വായിച്ചും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തിയും കാരുണ്യ പ്രവർത്തികളൊക്കെ നടത്തിയും അങ്ങനെ കുറേ അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ അവർ തന്നെ അവരോട് ചോദിക്കും വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ കവനൻറ്റ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മീ, അത് എന്താണ് എനിക്ക് അല്ലാത്തത്, എന്താണ് എനിക്ക് ആകുന്നത്, എന്ത് ഉടമ്പടി വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിനാ സൂക്ഷ്മ മറുപടി പറയണത്, ഇൻ്റലക്ച്വൽ ആൻസർ വരും. അങ്ങനെ ഒരു പ്രൊഫസർ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഫിസിക്സിൻ്റെ ഒരു പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ പേര് ജിമ്മി വർഗീസ് ജോസ് എന്നാണ്. ജിമ്മി വർഗീസ് ജോസ് നിങ്ങൾക്കറിയാം, അദ്ദേഹം ഖത്തറിലെ 10-14 കൊല്ലം ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം അവർ നിങ്ങൾക്കറിയാമല്ലോ ഗൾഫ് നാടുകളിലൊക്കെ കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്കവിടെ പെർമനൻ്റ് റെസിഡൻസ് ഇല്ലല്ലോ, അവിടെ നമുക്ക് വാടകയ്ക്ക് താമസിക്കാനൊക്കെ പറ്റത്തുള്ളൂ. എപ്പോഴായാലും നമ്മൾ പോരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മലയാളികൾക്കൊക്കെ, അവിടെയുള്ള മലയാളികൾക്ക് എങ്ങനെയെങ്കിലും ഒരു വിസ, ആസ്ട്രേലിയൻ വിസ തരപ്പെടുത്തി, ആസ്ട്രേലിയ ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ചില സ്ഥലങ്ങളൊക്കെ മലയാളികളെപ്പോലെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ആസ്ട്രേലിയയിൽ ദിനം കഴിഞ്ഞ് വന്നിരിക്കുക, മെൽബണിലും ബ്രിസ്റ്റലിലുമൊക്കെ. ഇന്നലെ ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ അവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ ഇംഗ്ലീഷ് മോഡൽ സ്ഥലങ്ങളാണ്. അവിടെ ഇംഗ്ലണ്ടിലെ പോലെ, മെൽബണിലൊക്കെ ഇംഗ്ലണ്ടിലെ പോലെ മഞ്ഞ് വീശുകയും തണുപ്പൊക്കെ ഉണ്ടാകും. പക്ഷേ ക്വീൻസ്ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു കേരളത്തിൻ്റെ കാലാവസ്ഥകളാണ്. പക്ഷേ അത്യാവശ്യം പാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഇവിടുത്തുള്ള എല്ലാം ചക്ക, മാങ്ങ, അതുപോലെ തന്നെ വാഴ എല്ലാം അതെല്ലായിടത്തും തന്നെ ഉണ്ട്. പക്ഷെ അവിടെ കുറച്ചുകൂടി മെച്ചമായ രീതിയിലുണ്ട്. നമ്മൾക്കാണെങ്കിൽ അവിടെ പെർമനൻ്റായിട്ട് താമസിക്കുകയും ചെയ്യാൻ പറ്റും. നമുക്ക് അവർക്ക് പെർമനൻ്റ് വിസയൊക്കെ തരും. ഇപ്പം 3 കോടി ജനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് യൂറോപ്പ് പോലെയുള്ള പ്രശ്നങ്ങളില്ല. കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ. കാര്യം ആൾക്കാരൊക്കെ ചെന്നിട്ട് ചില ആൾക്കാരൊക്കെ 20 ഏക്കർ 200 ഏക്കറൊക്കെ മേടിക്കുന്നുണ്ട് ചിലർ. അത് ചില സംഘടനക്കാരൊക്കെ വേറെ ലക്ഷ്യങ്ങളോട് കൂടി ചില ആൾക്കാരെ വെച്ച്, അവിടെ ചെല്ലുന്നവരെ വെച്ചുകൊണ്ട് സ്ഥലങ്ങൾ വാങ്ങിച്ചിടുകയാണ് അവരുടെ ആൾക്കാരെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴും വളരെ വിശ്വാസത്തിൽ ഞാനവിടെ പോകാൻ കാരണം, ഇവിടുന്ന് ഒരു 5-6 വർഷമായിട്ട് ഒരു മാതാവിൻ്റെ ഉടമ്പടി എടുത്തും കൃപാസനത്തിൽ വന്ന് താമസിക്കാന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചിട്ട് 10-15 ദിവസമൊക്കെ കൃപാസനത്തിൽ ശുശ്രൂഷ മുടങ്ങാതെ കൂടുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള താമസക്കാർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പിൽഗ്രിം സെൻറ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി പണം തന്നിട്ടുള്ളവർക്കെല്ലാം കൃത്യമായി നിങ്ങൾക്ക് കൃപാസനത്തെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അവിടെ നമ്പർ കിട്ടാത്തതായിരുന്നു ഇത്രയും നാളുടെ പ്രശ്നം. ഇപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി എത്രയുമൊക്കെ മുറി അലോട്ട് ചെയ്യുന്നതാണ്. 52 മുറികളുണ്ട്. അതിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ വന്ന് താമസിച്ച് മാസങ്ങളോളം
താമസിക്കേണ്ടവർക്കും താമസിക്കാൻ പറ്റും. അപ്പം അത് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്തവർക്കും അതിനുവേണ്ടി പണം മുടക്കിയവർക്കും ഒരു വർഷം 5 ദിവസമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 5 കൊല്ലത്തേക്ക് കൊടുക്കും ഫ്രീ ആയിട്ട്. പിന്നെ അവർക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. കുറച്ചുകൂടി സമയം വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു നെഗോഷ്യബിളായിട്ട് അത് നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു കാർഡ് തരും. നിങ്ങളിങ്ങനെ മുറി സ്പോൺസർ ചെയ്തവരാണെന്നുള്ളത്. പലരും പല രീതിയിലാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ അക്രഡിഷൻ നമ്മളത് അംഗീകരിച്ച് കൈപ്പറ്റിയതായിട്ടുള്ള ഒരു കാർഡ് തരും. ആ കാർഡ് അവരുടെ കയ്യിൽ ഉണ്ടാകണം. അത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അവരുടെ ബന്ധുക്കൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഹൗസ് നെയിമിൽ താമസിക്കുന്ന അവരുടെ ഓൺ ബ്ലഡിലുള്ള ആൾക്കാർക്ക് അവരുടെ ശുപാർശയോട് കൂടി മക്കൾക്ക്, ഇപ്പോൾ മക്കൾക്ക് വരാം. അപ്പന് അമ്മയ്ക്കും മക്കൾക്കും വന്ന് താമസിക്കാം. വേറെ ഒരു എക്സ്ട്രാ ആളെ കൊണ്ടുവരണമെങ്കിൽ അവർ വേറെ കാര്യം നമുക്കറിയത്തില്ല ആരാണ് എന്താണെന്നൊക്കെ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുമായിട്ട് റിലേഷൻസ് ഉള്ളത് വർഷങ്ങളായിട്ട് കൃപാസനം അമ്മയുടെ ഈ വിഷയം എത്രയും വേഗം ഒന്ന് സഭ പഠിച്ചു, ഇതിനെക്കുറിച്ചൊരു പഠനങ്ങൾ നടത്തി, ഇതിൻ്റെ സത്യാവസ്ഥകളുടെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള, ഇപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ദുരന്തം എന്നാണ് അമ്മ പറയണത്. അപ്പം ഞാൻ വിചാരിച്ചത് സുനാമിയൊക്കെ ആയിരുന്നല്ലോ ആ കാലത്ത് സംഭവിച്ചത്. അപ്പം അതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ച്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞാൽ സുനാമി കഴിഞ്ഞപ്പോൾ പിന്നെ ദുരന്തം ഉണ്ടായി. അമ്മ പറഞ്ഞ ദുരന്തം ഉണ്ടായില്ല, തീർന്നല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ലാഗ് ചെയ്ത്. അത് തന്നെ എല്ലായിടത്തും കാരണങ്ങളെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു സമയമുണ്ടല്ലോ, ദൈവത്തിനൊരു സമയം ഉണ്ടാവും. ഉടമ്പടിക്ക് വരണത് എത്രയോ 10 വർഷം കഴിഞ്ഞാൽ വരണത്. 2014 അവസാനം ഉടമ്പടി വരണത്. 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ ആഗ്രഹിക്കുന്ന കൃപാപര പദ്ധതിയായിട്ട് ഉടമ്പടി വരണത് 2014. അപ്പോൾ 2014 ഉടമ്പടി തരുമ്പോൾ ആ ഉടമ്പടി ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ നല്ലൊരു വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു. 10 കൊല്ലം കൃപാസനത്തിലെ ഒരു ഉടമ്പടിയും ഇല്ലാതെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ജീവിച്ച ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹം ഇന്നും അതിനകത്ത് കുറച്ച് പേര് ഇപ്പോൾ ഉടമ്പടിയാകുമ്പോൾ പഴയതുപോലെ ധ്യാനം കൂടി വീട്ടിൽ പോകുന്നത് നടക്കത്തില്ല. എന്താ കാര്യം, ഞാൻ ഇവിടെ സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോഴേ അവിടുത്തെ അച്ഛനും പറഞ്ഞു ഇനിയാണ് ധ്യാനം തുടങ്ങാൻ പോകുന്നതെന്ന്. അതാണ് ഉടമ്പടിയെക്കുറിച്ച് അച്ഛനെ അറിയാം. അതായത് ഞങ്ങളിപ്പോൾ ബ്രിസ്ബനിൽ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ വികാരിച്ച ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. അപ്പം അവർക്കൊക്കെ ഉള്ള സംഭവം അവിടെ നമ്മുടെ ഫ്രാൻസിസ് അച്ഛൻ ഉണ്ടായിരുന്നു മെൽബണിൽ. അദ്ദേഹം നന്ദി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഉടമ്പടി ഒരു ഡിസിപ്ലിൻ ലൈഫാണ്. ഡിസിപ്ലിൻ ലൈഫ് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് വളരെ ക്രമീകൃതമായ ഒരു സഭയോടും അതുപോലെ തന്നെ സമൂഹത്തോടും പിന്നെ നമ്മുടെ ജീവിതത്തോടും അതിനേക്കാളുപരി ദൈവത്തോടുമുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള ചിട്ടയായ ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലേക്കും നമ്മളെ വിളിക്കുന്നത്. പക്ഷെ ഞാനങ്ങനെ പോകത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഒരു വർഷം ആലപ്പുഴ പിതാവ് പറഞ്ഞിരിക്കുന്നത് 3-4 ധ്യാനം എടുക്കാൻ പാടുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2-3 മാസത്തിൻ്റെ ഗ്യാപ്പിലേ ഒരു ധ്യാനം എടുക്കത്തുള്ളൂ. അപ്പം അടുത്ത ധ്യാനം ലണ്ടനിലാണ്, സ്കോട്ട്ലൻഡിലും. അത് ആഗസ്റ്റ് മാസത്തിലാണ് ആദ്യവാരം. അപ്പം അത്രയും ആ ഒരു സമയം ഒക്കെ കൃപാസനം ഞാൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒരു വർഷത്തിൽ 3-4 ധ്യാനം മാത്രം പുറത്തെടുക്കുന്നത്. അപ്പം അതൊക്കെ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ന്യൂസിലൻഡിൽ ധ്യാനമുണ്ട്. എപ്പോഴാണ്? ഒക്ടോബർ മാസമാണ്, നമ്മുടെ റാലിക്ക് മുമ്പ്. റാലി ഒക്ടോബർ 24 കുറിച്ചിടാനുള്ളവരും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ളവരും ബുക്ക് ചെയ്യണം. ഈ വർഷം ഒക്ടോബർ 24 ശനിയാഴ്ചയാണ് റാലി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു വർഷങ്ങളിലെ മാതാവിൻ്റെ കൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണിത്. അപ്പോൾ ആൾക്കാർ ഉടമ്പടിക്ക് അത് ചെയ്യണമല്ലോ, ഉടമ്പടിക്ക് നേരത്തെ എഴുന്നേൽക്കണമല്ലോ, ഉടമ്പടിക്ക് പത്രം കൊടുക്കണമല്ലോ എന്ന പ്രാരംഭക്കാർ മാത്രമേ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിളുള്ളൂ. പിന്നെ ഇതിൻ്റെ അഭിഷേകം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉടമ്പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കൂടെ ജീവിക്കുന്നതാണ്. അതാണ് സംഭവം. അത്രയേ ഉള്ളൂ കാര്യം. അത് പക്ഷേ തുടക്കക്കാർക്കത് മനസ്സിലാകത്തില്ല. തുടക്കക്കാർക്ക് നമ്മുടെ പള്ളിയിലും മാതാവില്ലെന്ന് അവർ ചോദിക്കും.
അതാണ് അങ്ങനെ ചെയ്യുക തുടക്കക്കാർ. പക്ഷേ ഇതിൽ കണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യപ്പനെന്നും പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞ് മൂന്നാറിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. അയ്യപ്പൻ്റെ സാക്ഷ്യം വെച്ചാൽ പലയിടത്തും കൃപാസനത്തെക്കുറിച്ച് അവർ ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും ധ്യാനകേന്ദ്രങ്ങളൊക്കെ പറയണത് നമ്മൾ കുറച്ച് മിറക്കിൾ ഓറിയൻറ്റഡ് ആകുന്നുണ്ടെന്നാണ്. പേരെടുത്ത് പറയത്തില്ലെങ്കിലും ചില അച്ഛന്മാർ പറയണത് നമ്മൾ കുറച്ച് മിറക്കിൾ ഓറിയൻറ്റഡ് ആകുന്നുണ്ട് എന്നാണ്. മിറക്കിൾ അല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവർ സഹനവും സാക്ഷിയൊക്കെ അങ്ങനെ സാക്ഷിയൊക്കെ കുറിച്ച് അവർ പറയും. ഇതൊക്കെ ജോസഫച്ചനെ അറിയാൻ പാലാഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇവരെല്ലാം എത്രയോ വർഷങ്ങളായി, ഞാൻ 84 ധ്യാനിപ്പിക്കാൻ തുടങ്ങിയ ആളാണ്. ഐ നോ what I am teaching, I know what is revealed it. എന്തുകൊണ്ടാണ് സഭയ്ക്ക് എന്താണ് ആവശ്യം? ഓരോരോ കാലത്തും ദൈവം ശുശ്രൂഷ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. 75 പ്രാരംഭ ധ്യാനം, 80 വളർച്ചാ ധ്യാനം, 83 84 ആന്തരിക സൗഖ്യ 83 ആന്തരിക സൗഖ്യ ധ്യാനം, 84 വരദാനങ്ങളുടെ ധ്യാനം. അതിനുശേഷമാണ് പിന്നെ 87 വന്നപ്പോൾ വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞപ്പോഴാണ് വരദാനങ്ങൾ പ്രാപിച്ചവർ കൺവെൻഷനിലൂടെ ജനങ്ങൾക്ക്, ആയിരങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ അടയാളം കിട്ടാൻ തുടങ്ങിയത്. ആ വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ കൺവെൻഷൻ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചിലർ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈബിൾ സെൻറ്റേഡ് ആയിട്ടുള്ള ലൈഫ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും പ്രാരംഭക്കാരെ നമ്മൾ എന്തു ചെയ്യും? അതായത് നിത്യവൃത്തിയില്ല, ഭാര്യയ്ക്കും മക്കൾക്കും വിഷം മേടിച്ച് കൊടുത്തിരിക്കുകയാണ്. നാളെ നമ്മൾ പോവുകയാണ് മക്കളെ ഒരുമിച്ച്. അതാണ് അയ്യപ്പൻ പറയണത്. ഭാര്യയും മക്കൾ വിഷം മേടിച്ച് വീട്ടിൽ വെച്ചിട്ടേ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എന്ന് പറയുന്നത് നാളെ നമ്മൾ പോവുകയാണെന്ന് പറയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 6-7 ദിവസം വെറുതെ സവാള മാത്രം ചൂടുവെള്ളത്തിൽ, സവാള ഉള്ളു വീട്ടിൽ, ആ ചൂടുവെള്ളത്തിൽ ചൂടാക്കി വേവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഞാനൊരു അപ്പനല്ലേ എന്ന് അദ്ദേഹം ചോദിക്കണത്. ഞാനൊരു അപ്പനല്ലേ, എത്ര നാളെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സവാള വെള്ളം കൊടുക്കാൻ പറ്റും? അപ്പം മനുഷ്യൻ്റെ അനുഭവങ്ങളുണ്ട്, മനുഷ്യൻ്റെ ജീവിത രീതി അവസ്ഥയുണ്ട്. നമ്മൾ ബൈബിൾ എടുത്തിട്ട് കസത്ത് കാണിക്കണതും അഭ്യാസം കാണിക്കണതും വലിയ താത്വിക ഞാൻ പറയണതല്ല. അടിസ്ഥാന വർഗം ജീവിക്കണം, അടിസ്ഥാന വർഗത്തിന് അടയാളങ്ങൾ ലഭിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ആത്മഹത്യയുടെ ഇരുട്ടിൻ്റെ കാലത്ത് നക്ഷത്രത്തിൻ്റെ പ്രകാശമായി ദൈവം തെളിയണം. അല്ലെങ്കിൽ ദൈവത്തെ തെളിയിക്കാൻ സഭയ്ക്ക് കഴിയണം. സഭയ്ക്ക് നിലവിലുള്ള സംവിധാനങ്ങളെ സാധാരണ മനുഷ്യർക്ക് കൂടി പ്രാപ്യമാകുന്ന രീതിയിലേക്ക് അതിനെ കൈമാറാൻ കഴിയണം. അതിനൊരു പ്രത്യേക അഭിഷേക സഭയ്ക്ക് വേണം. ഹല്ലേലൂയ. അഭിഷേകം ലഭിക്കുവാൻ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അയ്യപ്പൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിയത് എങ്ങനെയാ? അദ്ദേഹത്തിന് ജീവിതമാർഗമായിട്ടുള്ളത് ഒരു CC ഉള്ള ഓട്ടോറിക്ഷയാണ്. CC ഉള്ള ഒരു ഓട്ടോറിക്ഷയും ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും എങ്ങനെയാണ് ജീവിക്കണത്? ഒരു ദിവസം ഓടിയാൽ 100 രൂപ കിട്ടുമെങ്കിൽ CC-കാരൻ കൊണ്ടുപോയി അതിൻ്റെ 50 രൂപയും കൊണ്ട് CC-കാരൻ പോകും. എങ്ങനെ ജീവിക്കും? അങ്ങനെ വന്ന് കടമായി കൈനീട്ടാനുള്ള സ്ഥലം. അപ്പം അയ്യപ്പനതെല്ലാം ഇവിടെ നിന്ന് പച്ചക്ക് പറയണ്ടല്ല അല്ലേ? കൈനീട്ടാനുള്ള സ്ഥലത്തു നിന്നെല്ലാം കൈനീട്ടി. അപ്പം ഞങ്ങളെ ബന്ധുക്കളിൽ നിന്ന് കിട്ടുക, അവർ നമുക്ക് തരാനുള്ളതിന് കൂടുതൽ തന്ന് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? ഞാൻ 2 കുഞ്ഞുങ്ങളിങ്ങനെ വളർത്തും, എനിക്ക് ജോലിയുമില്ല.
CC പിടിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് വണ്ടി പുറത്തിറക്കാനും പറ്റണില്ല. ജോലിയില്ലാത്ത ഒരാൾ അപ്പോഴുള്ള ജോലി ഓട്ടോറിക്ഷയാണെന്നുണ്ടെങ്കിൽ അതിന് CC ആണെന്നുണ്ടെങ്കിൽ CCക്കാരൻ കണ്ടാൽ ഗുണ്ടകൾ വന്ന് എവിടെയും പിടിച്ചോണ്ട് പോകും. അത് കാരണം ഉള്ള വണ്ടി കൂടി പോകും. പിന്നെ കൈ മരത്തിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ രൂപത്തിലായി. അതുകൊണ്ട് തന്നെ വിഷം മേടിച്ച് വെക്കണത്. വെച്ചിട്ട് പറയുന്ന നാളെ നമ്മൾ പോകുകയാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? പോകാൻ ഇഷ്ടമുണ്ടായിട്ടാണ്, നിവൃത്തിയില്ല. ഏത് പാവത്തങ്ങളുടെ ഇല്ലെന്ന് പറഞ്ഞാലും പാവങ്ങളുടെ വിമുക്ത കേരളം അങ്ങനെ ഞാനൊക്കെ പറഞ്ഞായിരുന്നല്ല പണ്ട്. ഇത് മനുഷ്യൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞൊക്കെ ഫലിപ്പിക്കാവുന്നല്ലാതെ ഈ സമൂഹത്തിന് അടിത്തട്ടിലെ ആൾക്കാർ ഞെരുങ്ങി ജീവിതത്തോട് മല്ലിട്ട് തളർന്ന് മരണത്തിന് വിധേയപ്പെടുന്നുണ്ട്. ഈ എന്തെല്ലാം ഇസങ്ങളെല്ലാം മാറിയാലും ഭരണങ്ങളെല്ലാം മാറിയാലും ഈ മനുഷ്യൻ്റെ അവസ്ഥകളെ അവനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അത് മനസ്സിലാക്കി അവനെ സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആർക്കും ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഞാനിങ്ങനെ കർത്താവുമായിട്ട് നടന്നപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. 21 ലക്ഷം മനുഷ്യരുടെ ജീവിതം കൗൺസിൽ ചെയ്തും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയണ കേട്ട് അവർക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി അവരെങ്ങനെ അതിജീവിക്കുന്നു എന്നൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. എന്താ കാര്യം? അവരെ എത്രയും വേഗം അവരെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുക. ഒരു അത്യാസനത്തിൽ കിടന്ന ആളിൻ്റെ പുറത്ത് കയറുന്ന ഇടിക്കാൻ എത്ര നേരത്തെ പറ്റും? എത്രയും ആശുപത്രി കൊണ്ടുപോകണ്ടേ? നമുക്ക് CPR എന്താ കൊടുക്കണത്? അവരെ ഇടിച്ച് നെഞ്ച് പൊട്ടിക്കാം എന്നുവെച്ചാൽ എന്തായാലും ഈ സാധനം പോകത്തില്ല. അറ്റാക്ക് വന്നാൽ നമ്മൾ ഈ നെഞ്ചത്ത് കയറി ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് എത്ര നേരം ഇടിക്കാൻ പറ്റും? ആ സൂപ്പർ സ്പെഷ്യാലിറ്റി എത്രയും വേഗം എത്തിച്ച് കൊടുക്കുക എന്നാണ് പ്രധാനപ്പെട്ട വിഷയം ഇടിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇടിക്കണ ആർക്കും കയറി ഇടിക്കാം. പക്ഷേ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ ഈ ഇടികൊണ്ട് വലിയ പ്രയോജനം കാണത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യന് അടിയന്തര സാഹചര്യം ഉണ്ടായി. ഞാൻ എപ്പോഴും അടിസ്ഥാന വർഗത്തിൻ്റെ അടിയന്തര സാഹചര്യമാണ് എൻ്റെ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളീ പറയുന്ന ഇക്കണോമിക് ലെവലിലുള്ള അടിസ്ഥാന വർഗം അല്ല, മറിച്ച് ഒരു കോമൺ ഒരു അടിസ്ഥാന വിശ്വാസമുണ്ട്. പക്ഷേ അവർക്ക് ആ വിശ്വാസത്തിൽ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് വിശ്വാസം പ്രയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് ആത്മീയ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ. അവരുടെ അടിയന്തര സാഹചര്യത്തിന് ഞാൻ എന്നും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടിരുന്നത് മനുഷ്യൻ്റെ കണ്ണീരിന് പ്രയോജനം ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം തന്നെയാണ്. അതുകൊണ്ട് കണ്ണീരിന് പരിഹാരം ഉണ്ടാകുന്ന മാർഗങ്ങളിലൂടെയാണ് ദൈവം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നയിച്ചിട്ട് അവസാനം തന്നതാണ് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്യണത്. നമുക്ക് ഒറ്റയ്ക്ക് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഉടമ്പടി ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് അവരുടെ എല്ലാവർക്കും എനിക്കെന്തിനാണ് വേറെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞിട്ട് എന്താ വിഷയം? ഒറ്റയ്ക്ക് ഉടമ്പടി ചെയ്യണതാണ്. ഒറ്റയ്ക്ക് ഉടമ്പടി ചെയ്യാൻ ഈ മധ്യസ്ഥന്മാരുണ്ടായാലും ചില കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടിയില്ല. എന്താ കാര്യം? അതിൻ്റെ അത്രയും വിഷയം മോശം കണ്ടീഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മകൾക്ക് വേണ്ടി കണ്ണീരിടുന്നില്ലേ? കണ്ണീരിടുമ്പോൾ കർത്താവ് എന്താ പറയണത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്നാണ് പറയണത്. അപ്പം നോക്കി ദൈവത്തിൻ്റെ ഡോറ് ഷഡ് ചെയ്തിരിക്കുകയാണ് അവിടെ. അതിനിടയ്ക്കാണ് മധ്യസ്ഥം കൊണ്ട് ചെല്ലണ ഒരുത്തൻ. ആര്? പത്രോസ് പറയും. പത്രോസിന് വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, അവിടെ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടി പറയും, ഈ സിറിയെ പറഞ്ഞു വിട്, കുറേ നേരമായല്ല അവർ നമ്മുടെ കൂടെ വരണത് എന്ന് പറയും. അപ്പോഴാണ് ഈശോ പറയണത്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 15-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 15:22. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് പറഞ്ഞേ
അപ്പോൾ ആ പ്രദേശത്ത് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന കണ്ട, ക്രൂരമായ ഒരു മനുഷ്യന് ജീവിതം ബാധിച്ചു കഴിഞ്ഞാൽ, ക്രൂരമായി ബാധിച്ചെന്നല്ല പറയണത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ക്രൂരമായി കടമോ രോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം ക്രൂരമായി ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു മധ്യസ്ഥം വില പോകും. അയാളെ പറഞ്ഞു കണ്ടില്ലേ, ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. വായിച്ചൊന്ന് വായിച്ച നല്ലോണം വായിച്ചേ. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ഒരു വാക്ക് ഈശോ അവനോട് പറഞ്ഞില്ല. അതെ, ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. ഈ സമയത്താണ് ശിഷ്യന്മാർ വരണത്. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. സങ്കടം കണ്ടിട്ട് വിഷമിച്ചിട്ടാണ് പത്രോസ് കൂടി മധ്യസ്ഥം പറയുന്നുണ്ട് അവിടെ. അതാണ് മധ്യസ്ഥൻ. നിങ്ങൾ ചിലരൊക്കെ എങ്കിലും തെറ്റിദ്ധാരണയിൽ ഏക മധ്യസ്ഥൻ നടക്കണില്ലേ? അത് ഏക മധ്യസ്ഥൻ നിത്യരക്ഷയ്ക്കാണ് ഏക മധ്യസ്ഥൻ. മനുഷ്യൻ്റെ ജീവിത ഭൗതിക സമ്മർദ്ദങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ദൈവത്തോട്, പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കണത്? അപ്പോൾ പരസ്പരമുള്ള പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നല്ലേ? ഈ പരസ്പരമുള്ള പ്രാർത്ഥനയ്ക്കും ചില സമയത്ത് ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ചില സമയത്ത് അതിനേക്കാൾ വിഷയം ഗ്രാവിറ്റി ആവും. ക്രൂരമായി ബാധിച്ചു കഴിഞ്ഞാൽ പത്രോസ് വന്ന് പറയുന്നുണ്ട്. എന്താ പറയണത്? ഈ സ്ത്രീയെ പറഞ്ഞേക്കുക. പിന്നെ എന്താണ് പ്രശ്നം? അവൾ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്നല്ലോ എന്നാണ്. അപ്പൊ ഈശോ എന്നാ പറയണത്? അവൻ മറുപടി ഉണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, പക്ഷെ ഉത്തരവില്ല. മറുപടി ആരോടാണ്? പത്രോസിനോടാ പറയണത്. കാര്യം ഇവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഈശോയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇവരുടെ ഫെയ്ത്ത് ഇവരുമായിട്ട് കമ്മ്യൂണിക്കബിൾ അല്ല. അതാണ് വിഷയം. ഇവരിങ്ങനെ എന്തെങ്കിലും വയറ്റിപ്പഴപ്പിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ആവലാതിപ്പെടുന്നല്ലാതെ ഇവരുടെ വിശ്വാസം റിലയബിൾ അല്ല. ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റണതല്ല. അപ്പം അതുകൊണ്ട് ഈശോ ഒരു പ്രത്യേക സിലബസ് കൊടുക്കും അവിടെ. എന്താ പറഞ്ഞിരിക്കണത്? ഈശോ എന്താ പറഞ്ഞു നോക്കി? അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിന്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്. ഇത് ഇങ്ങനെ പറഞ്ഞെങ്കിലും വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്. സീറോ ഫെയ്ത്തുകാർക്കും ക്രിസ്തുവിനെ അറിയാത്തവർക്കും ഈ അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ള നിലപാടാണത്. വിശ്വാസ നിലപാടാണ്. അവൻ അവളോട് അത് പറയുകയാണ്. കാര്യം നിന്നെ സംബന്ധിച്ചുള്ള സീറോ ഫെയ്ത്താണ് നിനക്ക്. നേരത്തെ ഞാനുമായിട്ട് പരിചയമില്ല, അടുപ്പമില്ല. എന്നെ പരിചയവും അതിൽ വിശ്വാസമുള്ളൊരു സമൂഹത്തിലാണ് വേറെ ചെയ്യണത്. അവരുടെ വിശ്വാസ ജീവിതം കണ്ടിട്ടാണ് നിങ്ങളെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതെന്നുള്ള സൂചന അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ എന്താ വിഷയം? അവളോട് അത് പറയുമ്പോൾ അവളെന്താ പറയണത്? എന്നാൽ അവൾ അവനെ പ്രണമിച്ച്. അവൾ ഈ മധ്യസ്ഥം പരാജയപ്പെട്ടപ്പോൾ അവൾ തന്നെ നേരെ വന്ന് ഈ ഫയല് കർത്താവിൻ്റെ അടുത്ത് കണ്ണീരോടെ കൊടുക്കണം. വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് നേരെ വന്ന് അവൾ പറയണേ എന്താ? അവൾ അവനെ പ്രണമിച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഈശോനെ കർത്താവെന്ന് വിളിച്ചവള്. അല്ല ഗുരു മാസ്റ്റർ എന്നൊന്നല്ല വിളിച്ചത്, റബ്ബിയൊന്നല്ല വിളിച്ചത്. കർത്താവേ എന്നെ. അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തൊക്കെയാണ് ഈ വിശ്വാസത്തിൻ്റെ അന്തസത്യം എന്നൊന്നും അറിയത്തില്ല. എനിക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. അതാണ് കർത്താവേ എന്നെ സഹായിക്കണമേ. എൻ്റെ അവസ്ഥ മോശമാണ്, ഇപ്പോഴെന്നെ സഹായിക്കാണ് വേണ്ടത്. അല്ലെ എനിക്ക് പിന്നെ നിക്കക്കള്ളിയില്ല. ഈ നിക്കക്കള്ളിയില്ല, സഹായിക്കാണ് വേണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ? ഈ ആള് എങ്ങനെ നമ്മൾ പൊക്കിയെടുക്കും സഭ? ഇത് അവളുടെ അവസ്ഥ കണ്ട, നിക്കക്കള്ളിയില്ല. ഇപ്പം എന്താണ് അവളെ സംബന്ധിച്ചിടത്തോളം? നമ്മളൊരു വിശന്ന് തളർന്ന് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ക്രൂരമായി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വേട്ടയാടിയ ഒരു മനുഷ്യനെ നമ്മൾ അവിടെയൊക്കെ താത്വിക പ്രബോധനം ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പുറത്ത് ദൈവം കോൺക്രീറ്റായിട്ട് ഇടപെടണം അവരുടെ ജീവിതത്തിൽ.
വളരെ ടാൻജിബിളായിട്ട് ദൈവം ഇടപെടണം. ദൈവം വളരെ സ്പർശ്യമായ രീതിയിൽ ആ വിഷയത്തെ ലോക്കലൈസ് ചെയ്തുകൊണ്ട് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഇടപെട്ടാൽ മാത്രമേ അവളെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ വന്ന് ഈശോയോട് പറയുമ്പോൾ ഈശോ എന്നാ പറഞ്ഞെന്ന് നോക്കിയേ. അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇത് കണ്ടില്ലേ ഓക്കെ. അപ്പം ഇപ്പം വിഷയം വരുമ്പോൾ നിങ്ങളെ ഇപ്പോൾ ഉടമ്പടി ഫ്രഷായിട്ട് എടുത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോളൂ. ഫ്രഷായിട്ട് എടുത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പത്രമൊക്കെ കൊടുത്ത് ആതുരസേനയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങളുടെ കടങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഉടമ്പടി എടുത്ത അതേ 0 പോയിന്റ് തന്നെയാണ് ആ വിഷയം നിൽക്കണമെന്ന് വിചാരിച്ചോ. അതന്നെ ഇത്. അതല്ലേ അവൾ പറയണത്. കർത്താവ് അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. ഈശോ എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അത് യഹൂദന്മാർ ആ കാലത്ത് നോൺ യഹൂദന്മാരെയൊക്കെ നായ്ക്കളെന്ന രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ പെർസ്പെക്റ്റീവിൽ ഈശോ സംസാരിക്കണത്. അത് ഈശോ ആ വിഷയത്തെ അവളെ അപമാനിച്ചൊന്നുമല്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇട്ടച്ചും പോകും. ഉടമ്പടി 15 ദിവസം ആകുമ്പോൾ തന്നെ ഇട്ടച്ചും പോകും. എന്താ കാര്യം? അവർക്ക് മൂവ്മെൻറ്റ് കാണാതെ വരുമ്പോൾ ഇട്ടച്ചും പോകണമാണ്. കാര്യം എന്താണ്? 0 പരിശുദ്ധാത്മാവാണ് അവിടെ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ അതെപ്പോഴും നിങ്ങൾ ഉടമ്പടി, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി എഴുതുമ്പോൾ 2 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് ഉണ്ടാകണം. ഒന്ന്, പശ്ചാത്താപം ഉണ്ടാകണം. എന്തിന്? ഇത്രയും നാൾ ചെയ്ത് കൂട്ടിയ നിന്നാപരാധങ്ങൾക്കും ദൈവദൃശ്യനതി മറുത്തു പിഴച്ചു പോയതിനെ ഓർത്തിട്ട് നിങ്ങൾക്കൊരു കയ്പുണ്ടാകണം. കാര്യം ഈ കയ്പിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അത് യേശുവിൻ്റെ ആത്മാവാണ് വിളിക്കുന്നത് പരിശുദ്ധാത്മാവെന്നാണ്. കർത്താവിന് ശേഷമാണ് ഈ ആത്മാവിന് ഇങ്ങനെ ഒരു സ്റ്റാർ കിട്ടുന്നത്. എന്താണ്? പരിശുദ്ധാത്മാവെന്ന്. നേരത്തെ ദൈവത്തിൻ്റെ ആത്മാവെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ആളൊന്നു തന്നെയാണ്, പേര് വേറെയായിരുന്നു. കർത്താവിൻ്റെ കാലത്ത് പാപത്തിന് ഈശോ പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അതിന് തീരുമാനമെടുത്ത് മംഗളവാർത്ത സമയത്തേക്ക് വരുമ്പോൾ ഈശോയുടെ ദൈവിക ജീവൻ, പരമപിതാവ് ഈശോനെ, പുത്തൻതമ്പുരാനെ, തിത്വത്തിൻ്റെ 2ാമള പുത്തൻതമ്പുരാനെ, വചനത്തെ മാതാവിൻ്റെ ഉദരത്തിലേക്ക് കൈമാറുമ്പോഴാണ്, ആ പ്രോസസ്സിങ്ങിലാണ് ആദ്യം വിളിക്കുന്നത്. അമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം ഇത് മെരിട്ടില്ലല്ലോ എന്നാണ് പറയണത്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ മെരിട്ടില്ലല്ലോ. ഞാൻ ഏകസ്ഥയായിട്ടും അതുപോലെ തന്നെ സമർപ്പിതയായിട്ടും ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ കുഞ്ഞുനാളും പോലെ വളർന്നു വന്ന ആളാണ്. എനിക്ക് വിവാഹത്തെക്കുറിച്ചും ഒരു ചിന്തയില്ല, കുഞ്ഞുങ്ങളെക്കുറിച്ചും എനിക്ക് ആലോചനയില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കാനാണ്? മെരിട്ടില്ലല്ലോ. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെരിറ്റ് പറയണത്. നോട്ട് ബൈ മെരിറ്റ് നിങ്ങളുടെ ഭൗതികമായ സാഹചര്യം കൊണ്ടല്ല, പുരുഷൻ്റെ ഇച്ഛ കൊണ്ടല്ല, പിന്നെന്താണ്? ബട്ട് ബൈ ഗ്രേസ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ, സ്നേഹത്തോടെ കൈകൾ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥനയോടെ
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പുതുക്കുന്നവരും പുതുതായിട്ട് എടുക്കുന്നവരും ഒക്കെ ഈ ഒരു കോളം എപ്പോഴും അച്ഛൻ പറയണതാണത്. അത് പരിശുദ്ധാത്മാവെന്ന് എഴുതിയിടണം, ഒരു നിയോഗം. അപ്പോൾ നമ്മുടെ എല്ലാവിധ വിഷയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ, ഇപ്പം കറണ്ട് ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്, അല്ലേ? കറണ്ട് ഊർജം, അതാണല്ലോ അമ്മയോട് പറയണത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷന്, അപ്പോൾ എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോഴേ അമ്മ കേട്ടിരിക്കണത് ദൈവത്തിൻ്റെ ആത്മാവെന്നൊക്കെയാണ് കേട്ടിരിക്കണത്. കർത്താവിൻ്റെ ആത്മാവ് എസക്കേലിനോട് പറഞ്ഞത്, എസക്കേലിനെ അസ്ഥികളുടെ താഴ്വരെ കൊണ്ടുപോകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവെന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ആത്മാവ് അവനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മിതിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവൊക്കെ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പുതിയൊരു വെളിപ്പെടുത്തലാണ്. കാര്യം ഇനി പരിശുദ്ധാത്മാവ് അശുദ്ധാത്മാവ് ആയിട്ട് ഇനി യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അതാണ് വിഷയം. നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അത് പണ്ട് പറഞ്ഞതല്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ 3:15 പറഞ്ഞതാണ്. ആ സാധാന്യമ ശക്തിക്കെതിരെ ഇനി ഇപ്പോഴാണ് ആ യുദ്ധം ആരംഭിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയണത്? അപ്പോൾ മാറി, ദൈവത്തിൻ്റെ ശക്തി എന്ന് വിളിച്ചിട്ട് പരിശുദ്ധാത്മാവാണ്. അശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ തന്നെ ഈ വിശുദ്ധിയിലേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജിമ്മി വർഗീസ് അദ്ദേഹമാണ് പ്രൊഫസർ. ജിമ്മി വർഗീസ് എന്ന് പറഞ്ഞ ഫിസിക്കൽ പ്രൊഫസർ, ഫിസിക്സിൻ്റെ പ്രൊഫസർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ 10 കൊല്ലത്തുകൊണ്ടായിരുന്ന മദ്യപാനം ആ സെക്കൻഡ് മാറ്റും. അതാണ് വിഷയം. അത് അദ്ദേഹം പറഞ്ഞതല്ല. അദ്ദേഹം ഇതിനോട് നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഈ ഉടമ്പടി വളരെ ആലോചിച്ചും സത്യസന്ധവുമായും ഇതിനു വേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കാൻ അറ്റം വരെ പോകുന്ന ആളാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ അലോട്ട്മെൻറ്റ് ആദ്യം നമ്മൾ പറയാതെ തന്നെ കിട്ടും. നീ ദീർഘദൂരം പോകുകയല്ലേ, കൊട കയ്യിലിരിക്കട്ടെന്ന് പറയത്തില്ലേ നമ്മളോട്, ഇല്ലേ? നമ്മൾ ഇറങ്ങുമ്പോഴേ എൻ്റെ മകളെ മഴക്കാലമാണ്, കൃപാസനം വരെ പോണില്ലേ, പിന്നെ ബസ് സ്റ്റോപ്പിൽ വരെ നടക്കണ്ടേ നീ, അപ്പോൾ കുട കയ്യിരിക്കട്ടെന്ന് അമ്മ പറയും. അത് നമ്മൾ കുട ചോദിച്ചിട്ടാണോ തരണത്? അല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ യാത്ര മുഖരിതമാക്കുമെന്ന് വീട്ടിലുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് കുട തന്നു വിടുകയും. അതുപോലെ ഈ ജിമ്മി ജോർജ് കർത്താവിനോട് സത്യസന്ധനായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാവുന്ന കൊണ്ട് അവൻ ആദ്യമേ തന്നെ കർത്താവ് മദ്യപാനം ആ സെക്കൻഡ് മാറും മദ്യപാനം, പിന്നെ മദ്യപിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ദൈവം വേറെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള സൂചനയാണത്. അതെപ്പോഴും ഓർത്തേക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ അയ്യോ ഉടമ്പടി എടുത്ത് ഉണ്ടായിരുന്ന കാശ് കൂടി പോയെന്ന് പറയരുത്. ഇവിടെ നിങ്ങൾ 10 കൊടുക്കണം, 100 രൂപയാണ് ആ പടം ഉള്ളത്. അതിന് വലിയ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു പോണതാണ്. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം വിശ്വാസം കുറവുള്ളവർ അവർ എന്ത് വയറ്റുപഴപ്പം എന്ത് കിട്ടുമെന്ന് തടയാൻ നോക്കുകയില്ല. അവരാണ് ഇതുപോലെയുള്ള കണക്കുകളൊക്കെ പറഞ്ഞത്. പണ്ട് ഇപ്പോഴാരും അങ്ങനെ പറയണില്ല. പണ്ടൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ വന്നിട്ട് ഇവർ കണക്കൂട്ടിയൊക്കെ നോക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പം കാര്യം അന്ന് അവർക്ക് ഉടമ്പടിയെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി ജീവിക്കുകയാണ് അവർ. അപ്പം അന്ന് അതുകൊണ്ട് ആ നക്കാപ്പച്ച കണക്ക് കൂട്ടുന്നവർ ഇന്നില്ല. ആ ഒരു വർഗം അസ്തമിച്ചു പോയി. പക്ഷേ എന്നാലും നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ദൈവം അതുക്കു മുമ്പേ നമ്മൾ അസസ്മെൻറ്റ് ചെയ്തെന്ന് ഓർത്തേക്കണം. എന്താ കാര്യം? ജിമ്മി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കർത്താവിന് തോന്നി. അപ്പോൾ അവന് മദ്യപാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ അവനോട് ചോദിക്കത്തില്ലായിരിക്കും. ഉടമ്പടി ഞങ്ങളാരും വന്നിട്ട് നിങ്ങളോട് ഇപ്പോൾ ജോമള സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ ജോമള സിസ്റ്റർ കട്ടൻ്റായിട്ട് പറയും നിങ്ങൾ മദ്യപാനമുണ്ട്. ഞാൻ പറയത്തില്ല.
ഞാൻ പറയാത്തതിൻ്റെ കാരണം ഞാൻ പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഉടമ്പടി വരേണ്ട ആൾക്കാരെല്ലാവരും ഓൾറെഡി ആ പാപമേഖലകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായിരിക്കും ഉടമ്പടി എടുക്കുന്നവരാണ് എൻ്റെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഉടമ്പടി ഇപ്പം ഞാൻ ബിസ്ബനിലൊക്കെ ധ്യാനിക്കുമ്പോൾ അവിടെ ഉടമ്പടിയുടെ ആയിട്ടുള്ള കുമ്പസാരമുണ്ട്. ഉടമ്പടി നടക്കുന്ന സമയത്ത് തന്നെയാണ് കുമ്പസാരം, അല്ലാതെ നേരത്തെ കുമ്പസാരമൊന്നുമില്ല. ഉടമ്പടി കരിസ്മാറ്റിക് ധ്യാനത്തിന് ആദ്യമേ കുമ്പസാരം വരത്തില്ലേ? ഇതങ്ങനെയല്ല, ഇത് ഉടമ്പടി നടക്കുന്ന സമയത്ത് കുമ്പസാരം. എന്നുവെച്ചാൽ കുമ്പസാരിച്ച് കഴിഞ്ഞവർ വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവവുമായിട്ട് ഒരു കവനൻറ്റിന് തയ്യാറായിട്ടാണ് ഇവർ തയ്യാറായി വരണത്, ദൈവമായിട്ടൊരു കവനൻറ്റിന്. അപ്പോൾ ആദ്യമേ കവനൻറ്റ് ചെയ്ത് ആരുമായിട്ടാണ്? എബ്രാഹുമായിട്ടാണ്. അപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു കുമ്പസാരിക്കണം കേട്ടാ, കുമ്പസാരം തന്നെയായിരിക്കണം ജീവിക്കേണ്ടത്. അതാണ് വിചാരം. കുമ്പസാരിക്കണം എന്ന് വെച്ചാൽ നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം, വിശുദ്ധനായിരിക്കണം, അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, എന്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് കുറ്റമറ്റവനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഉടമ്പടിയിൽ ഇടയ്ക്ക് വെച്ച് വീണ്ടിരിക്കണത് എന്താണ്? ഈ അവർ സ്വാഭാവികമായിട്ട് അവർ കുറ്റത്തിലാണ് ജീവിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, നിങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിലാണെന്ന് ആദ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നാട്ടുകാരെയും ജോസഫച്ചനൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ആദ്യം ബോധ്യപ്പെടുത്തണം. ഭർത്താവിന് തോന്നണം നീ ഉടമ്പടിയിലാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിത പങ്കാളിക്ക് നൽകുന്ന ശാരീരിക അവകാശം നിഷേധിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടിയിലാണെന്നൊരു കാര്യമില്ല. അയാൾ വേറെ പെണ്ണുങ്ങളെ തിരക്കി പോകും. ചില പൊട്ടിപ്പെണ്ണുങ്ങൾ ബോധമില്ലാത്തവരുണ്ടാവുമല്ലോ എല്ലായിടത്തും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ഞാനിങ്ങനെ പ്ലെയിനായിട്ട് സംസാരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ രീതി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മോശമൊന്നുമില്ല. അച്ഛൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മൂർച്ചയായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുറ്റമറ്റ ദൈവത്തിരുസ്ഥ ഇപ്പം നമ്മുടെ മക്കൾക്ക് അറിയണം, വി ആർ ഇൻ കവനൻറ്റ്. നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളുടെ ഉടമ്പടി അംഗീകരിക്കണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല, അഭ്യാസത്തിലാണ്. നിങ്ങൾ എന്തോ ആരൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുതിയ അഭ്യാസം കാണിച്ചു വച്ചിരിക്കുകയാണ്. അത് മുഴുവനും വയറ്റിപ്പഴുപ്പിന് വേണ്ടിയാണ്. ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം ഈ വിഷയം തിരിഞ്ഞു പോലും നോക്കത്തില്ല ആ ഉടമ്പടി. എന്താ ദൈവത്തിന് അറിയാം ഇത് വെറുതെ ഉടായ്പിന് എത്തിയിരിക്കണതാണ്. എന്തോ ജോലി എന്തൊക്കെ ഇല്ലാന്ന് വന്നപ്പോൾ ജപ്തി ഉടവ് വന്നപ്പോൾ എന്നാൽ പിന്നെ ഇപ്പോൾ ഉടമ്പടി ചെയ്തൊന്നും വേണ്ട, അല്ല അതും ചെയ്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അതും ചെയ്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വല്ലതൊക്കെ വായിട്ട് നോക്കി അവിടെ നടന്നു വെച്ച് എന്തെങ്കിലും കുറിച്ച് കൊണ്ടുവന്ന് കുത്തി കയറ്റിയിട്ട് എത്തിയിടും. അപ്പം തന്നെ നിനക്ക് പണി കിട്ടിയാൽ നീ പോകണമെന്ന് ഓർത്തേക്കണം. കാര്യം ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തിനാണ്. അപ്പം ചില ആൾക്കാർ വിചാരിക്കും ഉടമ്പടിയിലൂടെ ആൾക്കാർ വരട്ടെ, അതിനുശേഷം നമ്മൾ കുറച്ച് കർക്കശ്യമാകാം. ഇല്ല, ഞാൻ ആദ്യമേ കർക്കശ്യമാണ്. എന്താ കാര്യത്തിൽ എൻ്റെ പ്രശ്നം നിങ്ങളുടെ കപ്പയും കഞ്ഞിയും ജോലിയൊന്നുമല്ല. ഇവിടുത്തെ വിഷയം എന്താ അത് നിങ്ങൾ അറിയണം. ഇവിടുത്തെ വിഷയം എന്ന് പറയണത്, ഇപ്പം ഈ ജിമ്മി ജോർജ് സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ആ പ്രൊഫസർ എന്താ പറയണത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ അമ്മ ഈ അൾത്താരെ നിർത്തിയത് ഞാൻ നന്ദി പറയുന്നു എന്ന് തുടങ്ങണം. അതാണ് ബോധമുള്ളവർക്ക് അറിയാം എന്താണ് വിഷയം. ഈ ഉടമ്പടിയിലേക്ക് പോണ എന്തിന്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കപ്പെടാൻ അടയാളങ്ങൾ കൊണ്ട് അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രത്യേക പദ്ധതി ഉടമ്പടി പോലെ തന്നിരിക്കുകയാണ്. ഉടമ്പടി ദൈവമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സത്യമാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന രീതിയിലാണ് ഈ നിത്യസാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പല അച്ഛന്മാരും എന്നെ പറഞ്ഞ് സാക്ഷ്യമാണ് ആൾക്കാർ വിമർശിക്കുന്നത്, സാക്ഷ്യം കുറക്കണമെന്ന്. ഞാൻ മിണ്ടിയില്ല. എന്താ കാര്യം? അവരോട് മിണ്ടിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. കാര്യം എന്താണ്? സാക്ഷ്യമാണ് ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി വരണത്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് ജോലി കിട്ടണത് വീട് കിട്ടണതല്ല. അതൊക്കെ ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതല്ല,
ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന ഒരടയാളമുണ്ട്. അതിലേക്ക് അത് വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വന്ന് കാണിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ തോന്നിവാസവും കാണിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ആകുമ്പോൾ നമ്മൾ കുറഞ്ഞ പക്ഷം, ഞാൻ 90 ദിവസം വെച്ചിരിക്കണേ എന്തിനാ? 90 ദിവസം ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ നമുക്ക്? ദൈവം എന്ന് പറയുന്നത് 90,000 കോടി അങ്ങനെ നിത്യ അനന്തമായിട്ടുള്ള ആളിനോട് 90 ദിവസത്തേക്കാർ ഉടമ്പടി ചെയ്യാതെ. ഒബേദ് ഹെരോദിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം വെച്ച കാലത്ത് അവന് ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടായി. ആ അഭിവൃദ്ധി കണ്ടാണ് ദാവീദ് ഒബേദ് ഹെരോദിൻ്റെ വീട്ടിൽ നിന്ന് വാഗ്ദാന പേടകം പൊക്കി പുള്ളിക്കാരനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ പോകണത്. എന്തിനാണ്? അവന് കിട്ടിയ അനുഗ്രഹത്തിനേക്കാൾ ഉപരി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് അത് 90 ദിവസമാണ്. മാതാവിൻ്റെ വാഗ്ദാന കൃപാസനത്തിലെ മാതാവ് ആരാണ്? അത് മനഗുണ മാതാവല്ല. പിന്നെ എന്താണ്? നേരത്തെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ആചരിച്ചു പോകുന്നത് രസാദപര മാതാവാണ്. പക്ഷേ ഉടമ്പടി വരുമ്പോൾ മാതാവിൻ്റെ വേറൊരു മിഷനാണ് വരണത്. എന്താണത്? അത് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാര്യം മാതാവിനെ വാഗ്ദാന പേടകമായി ആചരിക്കുന്ന പള്ളികൾ ഇല്ല എന്നതിന് പറയാം. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് എപ്പോഴും മനഗുണ മാതാവ് അല്ലെങ്കിൽ വസാദപര മാതാവ് അങ്ങനെ പല അവർ ആരോഗ്യ മാതാവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ ലുത്തീനയെ പറയണത് മാതാവിന് വാഗ്ദാന പേടകമായതുകൊണ്ടാണ്. ഇപ്പോൾ വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ വാഗ്ദാന പേടകവുമായി കൊണ്ടുപോകുമ്പോഴാണ് ഇവർ ജെറീക്കോ വറ്റിക്കണതും വാഗ്ദാന നാട് പ്രാപിക്കണതും. ആ സ്വർണ്ണപ്പേടകമാവുന്ന പഴയ വാഗ്ദാന പേടകം കൊണ്ട് പോകുമ്പോഴാണ് അവർ ജോർദാൻ വറ്റിക്കണതും അതുപോലെ തന്നെ വിശുദ്ധ നാട് അവർ പ്രാപിക്കണം. ജെറീക്കോയിൽ പോകുമ്പോഴാണ് ജെറീക്കോ കോട്ട തകർന്നടിയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വാഗ്ദാന പേടകം കോട്ടകൾ തകർക്കാനും നദികൾ വറ്റിക്കാനും വാഗ്ദാനം പ്രാപിക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഈ വാഗ്ദാന പേടകമാണ് കൃപാസനത്തിൽ മാതാവിന് വാഗ്ദാന പേടകമായിട്ടാണ് ഇവിടെ വണങ്ങണത്. എൻ്റെ കാര്യം എന്താണ്? പഴയ വാഗ്ദാന പേടകങ്ങൾ ഹെബ്രായർ 9 അനുസരിച്ച് കൊണ്ടുണ്ടായിരുന്ന അഹ്റോൻ്റെ തളുത്ത വടി, കലശത്തിലെ മഞ്ഞ അപ്പം, അതുപോലെ തന്നെ 10 കൽപ്പന അടങ്ങിയ ദൈവത്തിൻ്റെ വചനം, അത് പഴയ വാഗ്ദാന പേടകങ്ങളിൽ മെറ്റീരിയലായിട്ട് വന്നിരിക്കുന്നതാണ്. പുതിയ വാഗ്ദാന പേടകമാകുന്ന പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ ഈ വചനത്തെ മാംസമായി ക്രിസ്തുവായിട്ടാണ് ദൈവം അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ വചനത്തെ മാംസമാക്കിയിരിക്കുന്ന വാഗ്ദാന പേടകമാണ് കൃപാസനത്തിലെ മാതാവ്. വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നവർ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ വാഗ്ദാന പേടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാഗ്ദാന പേടകം എവിടെ ചെല്ലുന്നുവോ അവിടെ ജെറീക്കോ കോട്ടകൾ തകരും, അവിടെ ജോർദാൻ്റെ കണ്ണുനീര് വറ്റിപ്പോകും. അതെവിടെ ചെല്ലുന്നുവോ എന്നാണ് പ്രശ്നം. അപ്പോൾ അത് അയ്യപ്പൻ്റെ ആ ഇടുക്കിയിൽ മൂന്നാറിൽ അയ്യപ്പൻ എന്താ ചെയ്യണത്? അയ്യപ്പൻ വിഷം വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഏതെങ്കിലും സമയത്ത് ഒരു നേരം ഇല്ലാതെ വന്ന് അവസാനം ചൂടുവെള്ളമായി മാറുന്ന അവസ്ഥ വന്ന് അദ്ദേഹത്തിൻ്റെ പിതൃത്വം മുറിപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ല, ജോലിയില്ല, അസ്തമിച്ച് പോവുകയാണ്. അപ്പോൾ അയ്യപ്പൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കും. ഭാര്യ ഉറങ്ങുകയാണ്, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്. തനിക്ക് തമിഴ് അറിയാൻ പാടില്ല, വായിക്കാൻ മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല. ഞാനെങ്ങനെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലും? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, കടവാണേ. പക്ഷെ ആ മനുഷ്യന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ വൈഫിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഉറക്കം പോകത്തില്ലേ. തന്നെയല്ല, അവൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ അവളെ ഞാൻ വിളിച്ച് വെറുതെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യണത്? അപ്പോൾ എൻ്റെ പരാതി തന്നെ. പക്ഷേ എനിക്ക് തമിഴ് മലയാളം വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇവിടെ 3 ദിവസം എഴുന്നേറ്റിരുന്ന് കണ്ണീരിടും, കർത്താവേ അമ്മേ ഞാനെങ്ങനെ വിശ്വാസപ്രമാണം ചെല്ലും? അതൊക്കെ ചെല്ലണവരാണ് ഇതൊക്കെ അമ്മ വരണമെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. എനിക്ക് ഞാനും ഉണ്ട്, ഈ തടിയുണ്ട്, ഈ ജീവിതമുണ്ട്, എനിക്ക് പ്രാർത്ഥന ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറയും. അപ്പം അമ്മയോട് ഇങ്ങനെ വെറുതെ കണ്ണീരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ ഭാര്യ 3-ാം ദിവസം വെറുതെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തുപോയി മുഖവും കാലം കഴിയിട്ട് തിരിച്ചു വരും. തിരുമ്പ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാതിരുന്ന് കരയണം മാതാവിൻ്റെ മുമ്പിൽ. ഇവിടുന്ന് കൊണ്ടുത്ത ഒരു പടമുണ്ട്.
ഇവിടുന്ന് കൊണ്ടുപോയൊരു പടമുണ്ട്. ആ പടം വെച്ചിരുന്ന് കരയുകയാണ്. പ്രാർത്ഥിക്കാൻ അറിയാതില്ല, എനിക്ക് തമിഴിലേ അറിയാൻ പാടുള്ളൂ, തമിഴ് ഇതുമേലില്ല, ഇത് മലയാളമാണ്, മലയാളം വിശ്വാസപ്രമാണം ആര് പറഞ്ഞു തരും? ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ ഈ ഭാര്യ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിച്ചെന്നാണ് തോന്നുന്നത്. അവളവിടെ പോയി കൈയും മുഖം കഴിച്ചും തേച്ച് വന്ന് അയ്യപ്പൻ്റെ അടുത്ത് ഇരിക്കും. വെച്ചും പറയും, ആ പൊക്കിങ്ങോട്ട് തരാൻ പറയും, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഏറ്റുചൊല്ലാമെന്ന് പറയും. എന്നിട്ട് അവൾ പറയും, ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, അവസാനം വരെ അയ്യപ്പൻ അവൾ പറയുന്ന ഓരോ വാക്കും ഹൃദയത്തിൽ വിശ്വസിച്ച് അത്തരം കൊണ്ട് ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആ ചിത്രത്തിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ആ മുറി മുഴുവനും മുല്ലപ്പൂവിനത് നിറയും. അവിടെ ഒരു ചെറ്റക്കുട്ടി പോലെ ഒരു ചെറിയ വീടാണ്, അവിടെ മുല്ലയില്ല, ഒന്നുമില്ല. ഈ വിശ്വാസ പ്രമാണം ഈ മനുഷ്യൻ പ്രൊഫസ് ചെയ്ത് കഴിയുമ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് മുല്ലപ്പൂ ഇങ്ങനെ വരും, മണം വരും, അത് മുഴുവനും നിറയും. ഈ വിഷം വെച്ച് 4 പേരും ആത്മഹത്യ ചെയ്യാൻ വെച്ചിരിക്കുന്ന മുറി മുഴുവനും മാതാവിൻ്റെ മുല്ലപ്പൂവിന് അത് നിറയും. വിഷത്തിൻ്റെ മണം മാറും. പിന്നെ ഇവരുടെ ജീവിതം യൂട്ടേൺ എടുക്കണ കാണണം. സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞാൽ അതാണ്. പെട്ടെന്ന് ഒരു ഉച്ചയായപ്പോൾ തന്നെ ഒരു ഫോൺ വന്ന്, എടാ ഇപ്പോൾ ഒരു വർക്കുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത്, പണ്ടിവൻ മരപ്പണി ചെയ്തിട്ടുണ്ട്, അത് പരാജയപ്പെട്ടപ്പോഴാണ് ഓട്ടോറിക്ഷയ്ക്ക് വന്നത്. ആ മരപ്പണി ചെയ്തിട്ടും വർഷങ്ങളായി, അത് ആ തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടായി ഇപ്പം മാറ്റിയതാണത്. ഇപ്പോൾ ഇവിടെ അടുത്ത കരയിൽ നിന്ന് ഇയാളെ ഒരു ഫോൺ വന്നിരിക്കുകയാണ്, നീ ഇവിടെ വരുന്നുണ്ടോ, നീ ഈ വർക്ക് തന്നാൽ നീ ചെയ്യുമോ? അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നാഴി എരി മേടിക്കാൻ നിവൃത്തിയില്ലായിരിക്കുന്ന സമയമാണ്. ഈ മനുഷ്യൻ പരക്കം പാഞ്ഞ് ഓടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വർക്ക്, നാളെ 3 ദിവസത്തെ വർക്കുണ്ടെന്ന് പറഞ്ഞു. ആ വർക്കിന് അപ്പോൾ ഇയാൾ വർക്ക് കാണിച്ച് ഇതിൻ്റെ വർക്ക് ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് അറിയാമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പ്രോജക്റ്റ് നീ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് 10,000 രൂപ എൻ്റെ പോക്കറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് അപ്പം തന്നെ ആ 10,000 രൂപ ഒരു 1,000 രൂപ നേരിട്ട് കണ്ടിട്ട് ദിവസങ്ങളായി. എന്നിട്ട് ഇവൻ പറയും, ഇത് കൊണ്ട് ഞാൻ നാട്ടിൽ ചെന്നാൽ എൻ്റെ കടക്കാർ തന്നെ എപ്പിച്ച് ചിന്തിത്തരും, ഞാൻ അന്നന്ന് വേല ചെയ്യണ കാശ് മാത്രം അങ്ങ് തന്നാൽ മതി എനിക്ക്. കാര്യം കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ആകപ്പാടെ വല്ലാതിരിക്കും, അതൊക്കെ ഒന്ന് ചൊരയും നീരൊക്കെ വന്നതിന് ശേഷം ഞാൻ കടങ്ങളൊക്കെ പരിഹരിച്ച് ഞാനൊന്ന് നിന്ന് കഴിയുമ്പോൾ എനിക്ക് കാശ് എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അന്നുള്ള ജോലിയെടുത്ത് അന്നന്ന് കാശ് മേടിക്കും. ആ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇയാൾ വേറൊരു കയാളെ ഏൽപ്പിക്കും. അതിന് ഇവന് 50,000 രൂപ കൊടുക്കും. അപ്പോൾ ഈ മനുഷ്യൻ പൊങ്ങി വരണ വരവ് കണ്ടില്ലേ, മാതാവ് 0 നിന്ന് കൊണ്ടുവരികയും. ചില വിദ്യാന്മാർ ഇപ്പോഴും പറയും കൃപാസനത്തിൽ എന്താണ് ഇങ്ങനെ മിറക്കലിനെ കൊട്ടിഘോഷിക്കണമെന്ന്. ഈ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം എങ്ങനെ ചേർന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സമ്പൂർണ്ണ ബൈബിൾ മൊത്തം വായിച്ച് കേൾപ്പിച്ചാൽ മതിയാ അയാളാ? അതാണ് വിഷയം. അതായത് പട്ടിണിക്കാരൻ്റെ മുമ്പിൽ ഒരു പിടി ചോറായിട്ട് തന്നെയാണ് ദൈവം വരേണ്ടത്. അങ്ങനെയാണ് പ്രാരംഭക്കാർ തിന്നുകൊഴുത്ത് മെതിച്ച് കാശും ആവശ്യത്തിനുള്ളവർക്ക് പിന്നെ ദൈവം ഒരു ആഡംബരമാണ്. പിന്നെ അതിന് താത്വിക പ്രബോധനം നടത്തിയാൽ മതി. മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവിതത്തോട് മല്ലിട്ടിരിക്കുന്നവനെ ദൈവം ഇറങ്ങി വരുമ്പോൾ വചനം മാംസമായാൽ മാത്രം പോരാ, വചനം ചോറായി മാറണം. ആ വചനത്തെ ചോറായി മാറണം. ജോലി ഇല്ലാത്തവന് ജോലിയായി തന്നെ മാറണം. അവൻ നിന്നിട്ട് വേണ്ടേ അഭ്യാസം കാണിക്കാൻ വേണ്ടി? അവൻ നിൽക്കണ്ടേ ആദ്യം? അതാണ് വിഷയം. അമ്മ ഇവരെ നിർത്തും. എനിക്ക് അമ്മയെ നിർത്തുന്നു എന്ന കാര്യം, അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന ആളാണ്. അപ്പം നമ്മളെ നിർത്തുമെന്നുള്ള കാര്യം സംശയമില്ല. അയ്യപ്പൻ ആ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ പിന്നെ അടുത്ത പ്രോജക്റ്റ് കൊടുത്ത്, അത് 8 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റാണ്. അയ്യപ്പൻ പറഞ്ഞു, ഇപ്പം ഞാൻ പുറത്തിറങ്ങാൻ തുടങ്ങി, എൻ്റെ പകുതിക്കടവും ഞാൻ വീട്ടി. അപ്പോൾ അയ്യപ്പനൊരു പ്രശ്നം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻ ഉടമ്പടി കൃത്യമായിട്ട് ജപമാല പഠിച്ച് കൃത്യമായിട്ട് ഉടമ്പടി ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷേ ഒരു കാര്യവും മാറിയില്ല. നെഞ്ച് വേദന വരും, എപ്പോഴും നെഞ്ച് വേദന വരും. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റും, കൈയും കാര്യമൊക്കെ തളരുമ്പോൾ ഉള്ളിയും കൊട്ടുമൊക്കെ എടുത്ത് അടിക്കാനും കാര്യം. പുള്ളിക്കാരൻ ഇപ്പോൾ പ്രോജക്റ്റായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കീഴിൽ 4-5 പണിക്കാരെ വെച്ച് ചെയ്യണ ആളിത് പെട്ടെന്ന് 45 ദിവസം എടുത്തെന്ന് വിചാരിക്കണം. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് അമ്മ ആദ്യകാലങ്ങൾ പറഞ്ഞത്. പിന്നെ ചിലരെന്നോട് പറഞ്ഞു, ഇത് ബിസിനസ്സാണ് ഇങ്ങനെ പറയണത്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ആൾക്കാരെയും ബോധ്യപ്പെടുത്തണം, ദൈവത്തെയും ബോധ്യപ്പെടുത്തണം. അതാണ് വിഷയം.
കാര്യം ഇത് ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉടനടി എന്ന് പറയണത്. ഇത് ഉടനടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഉടമ്പടിയിൽ വൃത്തിമനവാണെങ്കിൽ ഉടനടിയാണ് എൻ്റെ. നിങ്ങൾക്ക് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഈ അയ്യപ്പൻ ഈ 8 ലക്ഷം രൂപ മേടിച്ച് കടങ്ങളെല്ലാം പരിഹരിച്ചതും CC അടച്ചതും എല്ലാം വെറും 45 ദിവസത്തിനുള്ളിലാണ്. ഇവന് 5 ദിവസം മാത്രമേ ഉടമ്പടി എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടില്ലായിരുന്നുള്ളൂ. 5-ാം ദിവസം ഭാര്യ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തപ്പോൾ ഇത് ആക്ടിവേഷൻ തുടങ്ങി. ഇതിൻ്റെ ആക്ടിവേഷൻ തുടങ്ങിയിട്ട് സഞ്ചാരി മാതാ സ്പോട്ടിൽ വരികയാണ്. ചില സമയത്ത് സ്പോട്ടിലാണ് വരണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാട് തന്നെ വരാൻ തയ്യാറാകും. അതിനു വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണം. എൻ്റെ ഒരു കാരണം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അമ്മയോട് കൂടെ ചൊല്ലിക്കും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോട് കൂടെ ചൊല്ലിക്കും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോട് കൂടെ ചൊല്ലിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ഒരു ദൂതനെ ഇതാ ഒരു ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അതാണ് സഞ്ചാരി മാതാവ് എന്ന് പറയുന്ന സംഭവം. അത് വാഗ്ദാന പ്രകാരം ഉള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതായത് ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലം, അതാണ് ഈ പറഞ്ഞ കാർപ്പൻട്രി ഷോപ്പ് എന്ന് പറയുന്നത്. അത് ദൈവം ഇവന് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നൂടെ വായിച്ച് ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പം നമുക്കറിയത്തില്ലേ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനാണ് ഈ പ്രസൻസ് ഉള്ള ഉടമ്പടിയിലുള്ളത്. സാധാരണ പ്രാർത്ഥനയിൽ പ്രസൻസ് ഗ്യാരണ്ടീഡ് അല്ല. കാര്യം പ്രസൻസ് എന്ന് പറയുന്ന സംഭവം, സാന്നിധ്യം വാഗ്ദാനത്തിൽ അധിഷ്ഠിതമാണ്. ഉടമ്പടി എന്തിനാണ് എടുക്കുന്നത്? വാഗ്ദാനത്തെ പ്രാപിക്കാനാണ് ഉടമ്പടി എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടമ്പടി നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അവിടെ ഏത് വാഗ്ദാനമാണ് പാലിക്കേണ്ടത്, ദൈവം അത് സെലക്ട് ചെയ്ത് ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഈ സഹോദരനെ പോലെ എനിക്കും ഏത് സ്ഥലത്തേക്കാണ് എത്തിച്ചേരേണ്ടത്, അതെന്താണ് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം, എനിക്കറിയാതെ ഞാൻ ഉടമ്പടി ജീവിക്കുകയാണ്. ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ട് ഉടമ്പടി വാഗ്ദാന പ്രകാരം ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവരുവാൻ അമ്മേ പരിശുദ്ധമ്മേ, വസ്ത്രം മാതാവേ, സഞ്ചാരി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാന പേടകമേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ ആളിനെ അവശേഷിക്കുന്നത് എന്താണ്? നെഞ്ചുവേദനയാണ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ പുള്ളി എല്ലാ ആശുപത്രിയിലും പോകും. പക്ഷേ ഡോക്ടർ ECG ഒക്കെ എടുത്ത് നോക്കിയിട്ടും അതിനെ പറ്റുന്ന എല്ലാ മരുന്ന് കാർഡിയാക്കായിട്ടുള്ള എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും അതിന് ഹൃദയത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നെഞ്ചുവേദന മാറണമില്ല. പിന്നെ എന്താ, ഈ 45 ദിവസത്തിൽ നെഞ്ചുവേദന കൂടി അപ്പോൾ ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അവനിവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ട തന്നിട്ട് അത്താറയെ വന്ന് പ്രാർത്ഥിക്കും. എത്രയോ വർഷങ്ങളാണ് പറഞ്ഞ് 10-20 കൊല്ലമായി നെഞ്ചുവേദനയുടെ കൂടെ ഉള്ളത്. ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാതാവ് ആ നെഞ്ചുവേദന എടുത്ത് മാറ്റും. ഒറ്റ പ്രാർത്ഥന കൊണ്ട്. അപ്പോൾ നോക്കിയേ, ഈ മെഡിക്കൽ സംവിധാനമൊക്കെ നമുക്കുണ്ട്. അത് പറഞ്ഞിരിക്കുന്നവർക്ക് അത് അവലംബിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തെ അനുഭവവേദ്യമാക്കാൻ ചില രോഗങ്ങളുടെ സൗഖ്യങ്ങളിലൂടെ ആയിരിക്കും ദൈവം ആ വാതിലും തുറന്നായിരിക്കും വരണത്. എല്ലാവർക്കും അങ്ങനെ നിർബന്ധമില്ല. ചിലരുടെ ജീവിതത്തിലേക്ക് അവരുടെ ദൈവം സൗഖ്യമാണ്, നിലനിൽപ്പാണെന്ന് അറിയാൻ വേണ്ടി നിനക്കൊരു പ്രൈവറ്റ് അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദൈവം രോഗസൗഖ്യത്തിൻ്റെ മേഖലയിലേക്ക് സ്പർശിക്കണം. ഇപ്പോൾ ജിമ്മി ജോർജ് പ്രൊഫസറിൻ്റെ വിഷയം അത് തന്നെയാണ്. ഈ അത്തറ വന്നാണ് അങ്ങനെ ഹീലാകണത്. ജിമ്മി ജോർജിൻ്റെ വിഷയം എന്താ? ജിമ്മി ജോർജ് കുറച്ചുകൂടി സെറ്റിൽഡായിട്ടുള്ള ലൈഫാണ്. കാര്യം അദ്ദേഹം അവിടെ ഖത്തറിൽ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്നു 14 കൊല്ലം. വൈഫായിട്ട് അവിടെ ജീവിക്കുകയാണ്. അവർക്കും ജോലിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ എപ്പോഴായാലും തിരിച്ചു പോരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർ ആസ്ട്രേലിയയിലേക്ക് കുടികയറി. വൈഫിന് ലൈസൻസ്ഡ് ആയിട്ട് നേഴ്സായത് കാരണം ആസ്ട്രേലിയ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ജോലി കിട്ടി. അപ്പോൾ വൈഫ് അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിനും വിസ കിട്ടും, അക്കോമഡേറ്റ് ചെയ്യാം, മക്കളെയും കൊണ്ടുപോകാം. അപ്പോൾ ഇവർ ഇവിടെ റിലീവ് ചെയ്യാൻ വേണ്ടി അപേക്ഷ വെച്ച് 14 കൊല്ലം ജോലി ചെയ്ത സ്കൂളല്ലേ, അവിടെ ചെയർമാനൊക്കെ അത്രയും ബന്ധവും അടുപ്പമുണ്ടെങ്കിലും വൈഫ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബം അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോലി ഉണ്ടായില്ലെങ്കിലും ജോലി രാജിവെച്ച ആ മനുഷ്യൻ പോവുകയാണ്. ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞ്, കാര്യം ഇങ്ങനെ ഇത്രയും നമുക്കറിയാമല്ലോ, ഓരോ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനോട് കൂറുള്ള ചില ആൾക്കാരുടെ ദൈവം തൊട്ടിട്ടുണ്ടാകും. അവിടെ സമയം പൂർത്തിയാകുമ്പോൾ അവർ പോകും, വേറെ ആൾക്കാർ വരും. അങ്ങനെ തന്നെ ലോകം മുഴുവൻ ഇങ്ങനെ ഓരോ കാലത്തിൽ അങ്ങനെ സംഭവിക്കണത്. പക്ഷെ അതല്ല, ഇതിപ്പോൾ ഈ മനുഷ്യൻ പോകാൻ നേരത്ത് ഇയാളെ വിടത്തില്ലായിരുന്നു. അത്രയും സ്കൂളിന് ഇണങ്ങിയ ഒരു പ്രൊഫസറിനെ കിട്ടാൻ പാടായത് കൊണ്ടും വിടത്തില്ല. അത് അവർ വിസ കൊടുക്കണ്ടേ? വിസ കിട്ടണമല്ല, അവർ നോ ഒബ്ജക്ഷൻ കൊടുക്കണ്ടേ? കാര്യം ഒരു സ്ഥലത്ത് നിന്ന് പോരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി എൻട്രി ചെയ്യുമ്പോൾ അവസാനം പ്രവർത്തിച്ച സ്ഥാപനങ്ങളിൽ അടിപിടി, അക്രമം, കൊലപാതകം ഉണ്ടാക്കിയാണ് പോകുന്നതെങ്കിൽ അവർ നമുക്ക് 8ൻ്റെ പണി തരും. നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല, അതൊക്കെ തന്നെ അവർ അയച്ചു കൊടുക്കും നമുക്ക്. ഇത് റെഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വിഷയം. മലയാളി പിന്നെ ചില തെമ്മാടികളാണല്ലേ, എവിടെയെങ്കിലും പോയി അവിടെ പോയി നാട്ടിലെ പരിപാടിയും കുസ്തിയും കൊണ്ടായിസമൊക്കെ കാണിക്കുമ്പോൾ ഇരന്ന് പണി മേടിക്കുന്നതാണ്. ചില ആൾക്കാർ ഇവിടെ വീട്ടിൽ കാണിക്കണ ഗുണ്ടായിസമൊക്കെ വിദേശത്ത് പോയി കാണിക്കും. അപ്പോൾ ഇരന്ന് പണി മേടിക്കും. ഇപ്പോൾ ഈ മനുഷ്യൻ വളരെ മര്യാദക്കാരൻ, വളരെ ജെൻറ്റലായിട്ട് ഒരാളാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, കുടുംബം പോകുമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയെ സമ്മതിക്കത്തുമില്ല. എങ്ങനെയെങ്കിലും പുള്ളിയോടും ആ സ്കൂളിനുള്ള ഇഷ്ടം കൊണ്ട് ഇത്രയും നാൾ ചോറ് തന്ന സ്ഥാപനമാണല്ലോ, നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്ത്, ഇയാൾ വിടാത്ത കാരണം ഇയാളുടനെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. അവിടെ നിങ്ങളെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലുന്നത് എന്തുമാത്രം സാക്ഷ്യമാണെന്നറിയാം ഇപ്പോൾ വരണത് എന്നും പറഞ്ഞുകൊണ്ട് എനിക്കത് പേടിയാണ് പറയാൻ. കാരണം വൈ നോക്കികളും കൊണ്ടുപോയി ഉറുമ്പിനും പാറ്റക്കും പൊടിയിടണ പോലെ കൊണ്ട് ഉപ്പിടും. നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപ്പൊക്കെ ഇടാൻ നോക്കാവൂ കേട്ടോ. അല്ല കൃപാസത്തിൽ വന്ന് ഉപ്പ് മരിച്ച് ഒരു ഉപ്പ് കൊടുക്കണേ വരണം, അവിടെ ചുറ്റി നടന്ന് എന്തുമാത്രം കൂടുതൽ മേടിക്കാൻ പറ്റും, അങ്ങനെ കിട്ടത്തില്ല. ഇതെല്ലാം ഒരു തരിയൊക്കെ കിട്ടത്തുള്ളൂ. എന്താ കാര്യത്തിൽ ഇതെല്ലാം കാര്യം ഇരിക്കണം. ഇതൊരു അടയാളമാണ്. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഇതെല്ലാം പ്രയോഗിക്കണം. വിശ്വാസം പ്രയോഗിക്കുന്നതിന് ഒരു മെറ്റീരിയൽ ഘടകമാണിത്.
കാര്യം ഇത് ബൈബിളിൽ അതിന് കറക്റ്റായിട്ടുള്ള ഈ നമ്മൾ സീസൺ ദ സാൾട്ട് എന്ന് പറഞ്ഞില്ലേ, അതായത് നിങ്ങളെ ഉടമ്പടിയുടെ ഉപ്പ് നിങ്ങൾ തളിക്കണമെന്ന് പറഞ്ഞത് എന്താ കാര്യം? ബൈബിളിൽ ഉള്ളതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലേവ്യ 2:13 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലേവ്യർ 2:13. 2:13. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ്. അതാണ് ഉടമ്പടി ഉപ്പ് എന്ന് പറയണത്. അല്ല വെറുതെ എവിടുന്നെങ്കിലൊക്കെ വല്ലിടത്തുനിന്നൊക്കെ ഉപ്പ് വെച്ചിട്ട് ഗുണ പോലെ അല്ല. കൃപാസനം ഉപ്പ് മേടിക്കുമ്പോൾ ഓർക്കുക, അത് സാധാരണ ഉപ്പല്ല. ഉടമ്പടിയുടെ ഭാഗമായി വരുന്ന ബൈബിളിക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള അതിനകത്ത് ഡെലിവറൻസ് ബ്ലെസ്സിങ് നടത്തണതാണ്. കോമൺ ബ്ലെസ്സിങ്ങും ഉണ്ട്, ഡെലിവറൻസ് ബ്ലെസ്സിങ്ങും ഉണ്ട്. ഈ ഡെലിവറൻസ് ബ്ലെസ്സിങ് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് തരണത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് ചെല്ലാതെ ഇത് ആക്ടിവേറ്റ് ആകത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. കാര്യം എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നവൻ എന്ത് ചെയ്യണം? ദൈവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അത് വിശ്വസിക്കണമെന്ന് ആദ്യം മുട്ടേ നിൽക്കണം. ഏത് പറമ്പിലാണെങ്കിലും മുട്ടേ നിന്ന് വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടാണ് ഇതിന് വിശ്വാസം പ്രയോഗിക്കണത്. അതാണ് ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഉടനെ ചെയർമാൻ്റെ വാതിക്കല് അത് അടുത്ത വചനം വായിച്ച് ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്, എല്ലാ ധാന്യബലിയോടും കൂടെ, എല്ലാ സമർപ്പണങ്ങളോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. അപ്പോൾ ഉപ്പ് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യണത്. അത് ഓർത്തേക്കണം. നമ്മുടെ നിയോഗങ്ങളുടെ കൂടെ ഉപ്പ് സമർപ്പിക്കുകയാണ് ചെയ്യണത് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഈ ചെയർമാൻ്റെ വാതിക്കൽ ഈ മനുഷ്യൻ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഒപ്പിടും. 2 ദിവസം കഴിയുമ്പോൾ ചെയർമാൻ ഓട്ടോമാറ്റിക്കായിട്ട് നീ പോകുന്നതാണ് നല്ലതെന്ന് പറയും. മനസ്സാ മാറണത് കണ്ടില്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് അത് ചെയ്യേണ്ട ആൾക്കാർ ചെയ്താൽ കൃത്യമാകും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസൂയ, പരദൂഷണം, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നതം, മദ്യപാനം, മധുരോത്സവം ഉള്ള അഴുക്ക് മുഴുവനും കയറ്റിക്കൊണ്ട് ഉപ്പിടാൻ പോയി കഴിഞ്ഞാലുണ്ടല്ല, മിക്കവാറും വെളുക്കാൻ തേക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വൃത്തി മെയിനായിട്ട് ഉടമ്പടിയിലോട്ട് പ്രവേശിക്കാൻ നോക്കുക. അപ്പം അതുകൊണ്ട് അതാണ് അങ്ങനെ ഒരു വൃത്തി മെയിനായിട്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ഉടമ്പടി ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. അരമണിക്കൂർ വചനം വായിക്കണം എല്ലാ ദിവസവും. ഉടമ്പടി നിങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് അരമണിക്കൂർ. ഇതിന് ഒരെണ്ണം തെറ്റിച്ചാൽ നിങ്ങൾക്ക് പണിയാണ്. പിന്നെ ആ ഉടമ്പടി ക്യാൻസലാണ്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഓർക്കണം ഇങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി നീലത്തിനെയും പച്ചത്തിനെയും മാറി മാറി കത്തി, അതല്ല. ഇത് നിങ്ങൾ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. അതിൽ ഒരെണ്ണം തെറ്റിച്ചാൽ നിങ്ങൾ ആരാകുമെന്നറിയാവോ? അവിശ്വസ്തയുടെ ഗണത്തിലാണ് വിടുന്നത്. പിന്നെ അവിശ്വസ്തയുടെ ഗണത്തിലാണ് വിടുന്നത്. അപ്പം അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുന്നത് കരുണ കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. എന്ത് വൃത്തികെട്ട ജീവിതം നയിച്ചിട്ട് തോന്നിയ മാസം കഴിഞ്ഞ് വഴക്കും കോലാഹലവും വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെയും കൊണ്ടുവന്ന് ഉടമ്പടിയെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ഇരിക്കരുത്. ദാറ്റ് ഈസ് നോൺസെൻസ്. അപ്പം നിങ്ങൾ ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജീവിതം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് തോന്നണം ആദ്യം. ഇപ്പം ഇവർ തന്നെ എന്താണ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ടോമി മഞ്ജു എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിൽ ഞങ്ങളിപ്പോൾ അവിടെ കൃപാസനം മാതാവിൻ്റെ ഒരു കപ്പൽ അവരവിടെ ചെയ്തിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയി അവർ ഒരു 2,000-5,000 ഡോളറിനൊരു സ്ഥലം മേടിച്ച്, അത് മെരിയൻ വാലി എന്ന് പറയും ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ. അവിടെ ഗോൾഡ് സ്പോട്ടിലുള്ള സ്ഥലമാണ്. മെൽബണിൽ നിന്നാണ് ഞങ്ങൾ അവിടെ പോയത്. ബ്രിസ്ബൻ്റെയും മെൽബണിൽ നിന്ന് അടുക്കാണെന്ന് തോന്നുന്നത് ആ സ്ഥലം. അപ്പോൾ അവിടെ പോയപ്പോഴും അവിടെ ലോകത്തിലുള്ള എല്ലാ മാതാവിൻ്റെയും അത് തന്നെ ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേളാങ്കണ്ണി മാതാവിൻ്റെ ഉണ്ട് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ ഈ ടോമി മഞ്ജു അവിടെ ചെന്നപ്പോൾ തോന്നി ഇനി ഇന്ത്യയിൽ നിന്ന് വേളാങ്കണ്ണി മാതാവിനുണ്ടല്ലോ, ഇപ്പം കേരളത്തിൽ നിന്ന് നമ്മൾ ഇവിടെ കൃപാസനം മാതാവിൻ്റെ ഗ്രോട്ടോ ഇവിടെ ചെയ്യണമെന്ന് അവർ മാതാവിനോട് പറഞ്ഞ്, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഇവിടെ ചെയ്തിട്ട് മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കാൻ ഇടയാക്കണം. അപ്പോൾ അവരോട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇന്ത്യക്കാർക്ക് ഇവിടെ മാതാവ് വേറെ ഉണ്ട്, അവിടെ തരാനൊന്നും പറ്റത്തില്ല. അതാണ് വിഷയം. അവർ പറഞ്ഞത് ന്യായമാണല്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരെണ്ണം വെച്ചാൽ വെച്ചിരിക്കണത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇവിടെ വേളാങ്കണ്ണി മാതാവുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ആവശ്യമില്ല. ഇവർ 3-4 പ്രാവശ്യം ചെന്നിട്ടുണ്ട് അവിടെ സെക്രട്ടറിയുടെ അവിടുത്തെ 200 ഏക്കർ സ്ഥലമാണ് ഒരു സഭയുടെ കീഴിലിരിക്കണം. സഭ സെക്രട്ടറിയുടെ നിന്നാണ് ചോദിക്കണത്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി വേളാങ്കണ്ണി മാതാവുണ്ട്, തരാൻ പറ്റത്തില്ലെന്ന് പറയും. തരേണ്ട ആവശ്യമില്ലെന്ന് പറയും.
അപ്പോഴും മഞ്ജു എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം മടക്കി കഴിഞ്ഞപ്പോൾ ഇത് മടങ്ങുമെന്ന് മനസ്സിലായി. അവനെന്ത് ചെയ്ത് കണ്ടെത്തിയ സ്ഥലത്ത് പോയി കൊന്തയിൽ വെച്ചും അവിടെ കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി ഉപ്പിടും. ഉപ്പിട്ടിട്ട് ഇവരെ കാണാൻ ചെല്ലുമ്പോൾ പറയും, ആ കൃപാസമാധാന സ്ഥലമല്ലേ, സ്ഥലം തന്നെ, വണ്ടിയൊക്കെ സ്ഥലം കാണിച്ചു തരാമെന്ന്. അതാണ് വിഷയം. അത്രയും സ്പീഡായി. അപ്പം നിങ്ങൾ ഈ ഉപ്പിടെന്നൊക്കെ പറയുമ്പോഴേ ഇതിൻ്റെ മെക്കാനിസം പഠിക്കണം. അല്ലാതെ കുറേ സ്ഥലത്ത് നിന്ന് ആരാണ്ടൊക്കെ ഉപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറേ ഉപ്പ് നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ടാവും. അതുപോലെ ഇത് എടുത്ത് അഭ്യാസം കാണിക്കരുത്. ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എടുത്ത് പണി മേടിക്കരുത്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉടമ്പടിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ജീവിതവുമായിട്ടാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഉപ്പ് കാണാൻ. അതറിയണമെങ്കിൽ നിങ്ങളൊരു വചനം വായിക്കേണ്ടത് ഏതാണെന്നറിയാവും. അതായത് സംഖ്യ 18:19 വായിച്ചേ. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്നു. നീരാജനത്തെ ഉപ്പാണ്, സംസ്കൃതമാണ്. അത് അന്ന് തർജ്ജമ ചെയ്ത അണ്ണന്മാർ പറ്റിച്ച പണിയാണ്. ലവണം എന്നാ പറഞ്ഞ. നിരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഉപ്പ് തളിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉടമ്പടിക്ക്. ദൈവം അത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഇത് ഉപ്പിടുന്ന സ്ഥലം നിങ്ങൾക്ക് അവകാശപ്പെട്ട് മാറും. അതായത് അവിടെ പറഞ്ഞ് ശാശ്വതമെന്ന് പറയുന്നില്ലേ, എന്തൊക്കെയാ പറഞ്ഞത്? ആ 2 വാക്ക് പോയിക്കൊണ്ട് എൻ്റെ അകത്ത് ഏറ്റവും പ്രധാന വാക്ക് തന്നെ സംഖ്യ 18:19 ആകട്ടാ. അത് ശ്രദ്ധിക്കണം. ഒന്ന് വായിച്ചേ, ശ്രദ്ധിക്കണം കേട്ടോ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ഉപ്പ് തളിച്ച് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഈ ഉടമ്പടി ലംഘിക്കാത്തവരായിരിക്കണേ ഉപ്പ് തളിക്കേണ്ടത്. എക്സ്പ്ലിസിറ്റ് അല്ലേ? ഉടമ്പടി ലംഘിക്കാത്തൊരു ദൈവത്തിന് തോന്നണം ദൈവമായിട്ട് ഇവർ നീണ്ട കാലത്തേക്ക് ഉടമ്പടിയിലാണ്. നീ കൃപാസനത്തിൽ വന്നില്ലെങ്കിലും ജീവിതം ഉടമ്പടിയിലാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉടമ്പടി വിഷയത്തിൻ്റെ മേലെ ഇപ്പം നിങ്ങൾ ജോൺസൺ ക്ലാസ്സിൽ പറയും, ഇപ്പം ചിലർ രജിസ്റ്റർ ചെയ്തൊക്കെ ജീവിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷെ നിങ്ങൾ മരിക്കണ മുമ്പ് നിങ്ങൾ റെക്ടിഫൈ ചെയ്യണം. അത് നിങ്ങൾ കൂദാശ ജീവിതത്തിലേക്ക് കത്തോലിക്കൽ വരണം. അല്ല നിങ്ങൾ വട്ടുതട്ടി കളിക്കാവുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ചില നിസ്സാര കാര്യങ്ങളൊക്കെ ഈഗോ അടിച്ചുകൊണ്ട് കൂദാശയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ജീവിച്ചു പോകണോണ്ട് ജീവിച്ചൊക്കെ പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ നിത്യതയിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവും. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രസാദപരത്തെയാണ് നിങ്ങൾ ചവിട്ടി തള്ളിക്കളഞ്ഞത്. നിങ്ങൾ ജയിച്ചായിരിക്കും, ചിലപ്പോൾ കോടതി ജയിച്ച് കാണാം. കാരണം ജഡ്ജിയും ചിലപ്പോൾ 2 ഭാര്യ 3 ഭാര്യയുള്ള ആൾക്കാരായിരിക്കും. അവർക്കിതൊക്കെ ഒന്നും പ്രശ്നമില്ല. സെക്കുലർ ഗവൺമെൻറ്, സെക്കുലർ കൺട്രിയിൽ സെക്കുലർ ലോ അല്ലേ. പക്ഷേ സെക്കുലറും പറഞ്ഞുകൊണ്ട് കേസ് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സഭയോട് പിരിഞ്ഞ് സഭയുടെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത എതിർത്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പള്ളി കുർബാന തന്നില്ലെങ്കിൽ അടുത്ത പള്ളി മേടിക്കാം, അല്ലെങ്കിൽ പോട്ടേപ്പോയി കുർബാന മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞൊട്ടേണ്ടി വരും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കുക. നടക്കണ കാര്യമല്ലേ ഇത്. നിങ്ങൾക്കൊരു ബന്ധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ബന്ധനമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ജീവിതത്തിൽ അബദ്ധം വിഡ്ഢികൾ നല്ല പൂർണ്ണബോധം ഇല്ലാത്ത കാലം ഉണ്ടാകുമല്ല. പൂർണ്ണബോധം ഇല്ലാത്ത കാലത്ത് വല്ല അബദ്ധം സംഭവിച്ച് കാണും. അത് നിങ്ങൾ കാലാന്തരത്തിൽ അനുതാപം കൊണ്ടും പിന്നെ അത് കേമത്തം പറയരുത്. കേമത്തം പറഞ്ഞ് മറ്റുള്ളവരെ കൂടി അതിൻ്റെ അത് കുഴിച്ചടിക്കരുത്. ചില ആൾക്കാർക്ക് പറ്റിക്കണത് അതാണല്ല. അവരാ പിരിഞ്ഞ് ബാക്കിയുള്ളവർ ആര്. ഇപ്പം ഈ മക്കൾ ഡൈവേഴ്സ് ചെയ്യണത് ആരാണ്? പെൺമക്കൾ ഡൈവേഴ്സ് ആകണ ആരുടേതാണ്? നിങ്ങൾ നോക്കിക്കോ, അതിനകത്ത് 60% ഡൈവേഴ്സ് ചെയ്ത അമ്മമാരുടേതായിരിക്കും. മനസ്സിലായില്ലേ? ഈ പെൺമക്കൾ ഡൈവേഴ്സ് ചെയ്യുന്ന കേസെടുത്ത് നോക്കിക്കേ.
അതിനകത്ത് 60% അവരുടെ ആ മകളുടെ തള്ള ഡൈവേഴ്സിലായിരിക്കും. ഒരു ഡൗട്ടുമില്ല കാര്യത്തിലേ. നിങ്ങൾ ഒന്നുറങ്ങിയത് നേരം വിളിക്കാൻ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയിട്ട് ഇരുട്ടണമെന്നൊരു കാര്യമൊന്നുമില്ല. ഏതായാലും അത് അവന് ആഡംബരമായിട്ടിരിക്കും. ഇപ്പോൾ ആഡംബരങ്ങളുടെ പ്രധാനം അത് അവന് ആഡംബരമായിട്ടിരിക്കും. ഇപ്പോൾ ആഡംബരങ്ങളുടെ പ്രശ്നമല്ല, അനുതാപത്തിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ. കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യത്യസ്തമായ മേഖലകളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ഇതൊന്നും അല്ലല്ലോ ഉടമ്പടി. ഈ പ്രൊഫസർ ജിമ്മി ജോർജ് എന്താണ് അവസാനം പറയണത്? ആ മനുഷ്യന് കണ്ണിന് ആദ്യം ഇവിടുന്ന് ജോലി രാജിവെച്ച് ദൈവം ആസ്ട്രേലിയയിൽ കൊണ്ടുപോയപ്പോൾ എന്ത് പറ്റി? ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയില്ല. ഭർത്താവ് ഉടനെ ഒരു സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരു PhDക്ക് ചേർന്ന് PhD ഫിസിക്സിലാണ്. PhD അഡ്മിഷനൊക്കെ പുള്ളിക്ക് കിട്ടി. ആസ്ട്രേലിയയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളിക്ക് മൈക്രോസ്കോപ്പിൽ നോക്കാൻ പാടില്ല. എന്താ കാര്യം? കണ്ണ് രണ്ടായിട്ട് കാണും, ചിലപ്പോൾ കാണത്തില്ല. പുള്ളിയെ ഭയങ്കര കലിയായി അവസാനം. കാര്യം മൈക്രോസ്കോപ്പ് കണ്ണില്ലാതെ എങ്ങനെയാണ് PhD ചെയ്യണത്? മൊത്തം വായിക്കേണ്ട സിലബസാണ്, എല്ലാം കടുകട്ടിയായ സിലബസാണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടേതായിട്ടുള്ളൊരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. അത് പ്രാക്ടിക്കലാണ്. കണ്ണിന് കാഴ്ച പോയി ആശ്രയിച്ച് ചെന്നപ്പോൾ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് റെറ്റീന ഡിറ്റാച്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഡിറ്റാച്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞ് കുറേ ചികിത്സ നടത്തി. പക്ഷെ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയണത് അങ്ങനെ ചികിത്സ കണ്ണ് പോകുകയുള്ളൂ, അതിപ്പോൾ അങ്ങനെ കാണുന്നില്ല, ഡിറ്റാച്ച്മെൻ്റ് ഒന്നും അല്ല, ഇത് ഫ്ലൂയിഡ് നിറയണാണെന്ന് പറഞ്ഞു. റെറ്റിനയുടെ കണ്ണിൻ്റെ ഇടയ്ക്ക് വെച്ച് ഫ്ലൂയിഡ് നിറങ്ങുന്ന ലെൻസിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തോ ഈ ഫ്ലൂയിഡ് നിറയുന്നു, ഈ കുഴമ്പുണ്ടാകണേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിങ്ങനെ കുറേ നാളുണ്ടാകും, കുറേ നാൾ കഴിയുമ്പോൾ പോകും, പിന്നെയും വരും. എന്നുവെച്ചാൽ പിന്നെയും വരുമെന്ന്, മരണം വരെ ഇങ്ങനെ അന്ധനായിട്ട് നടക്കേണ്ടി വരുമെന്ന്. എന്തൊരു ഗതികേടാണ് ഈ മനുഷ്യന്. അപ്പോൾ അവിടെ വൈദ്യശാസ്ത്രത്തിൻ്റെ നല്ല സ്ഥലത്താണ് പോയി പുള്ളി കണ്ണ് കാണിച്ചത്. പക്ഷെ അവിടെയും പറയുമ്പോൾ ഇത് വരും, ഇത് റെറ്റിന അറ്റാച്ച്മെൻ്റ് ഒന്നും അല്ല, ഫ്ലൂയിഡ് നിറയുന്നതാണ്. അപ്പോൾ ഇത് ഇനി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ പുള്ളി എൻ്റെ ജീവിതം തീർന്ന. അപ്പോൾ പ്രൊഫസർ പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് PhD ആയിട്ട് പോകാൻ പറ്റത്തില്ല, രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ PhD രാജിയും വെച്ച് കണ്ണും പോയി. അപ്പോൾ ഒരാൾ കടന്നു പോകുന്ന വഴിയുടെ കണ്ടില്ലേ നിങ്ങളെ? അപ്പോൾ ഈ മനുഷ്യൻ വിശ്വാസം കളയത്തില്ല. അതാണ് ഈ വിഷയം. അതാണ് ഇതിങ്ങനെ വളരെ മോശമായ, ഒരിക്കലും ജീവിതത്തിൽ പരിചയമില്ലാത്ത ഒരു കാലാവസ്ഥയിലൂടെ പോകുമ്പോഴും വിശ്വാസം കളയാതെ അദ്ദേഹം നേരെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ കണ്ണ് ശരിയാകത്തുള്ളൂ വിശ്വസിച്ച ഉള്ളിലേ. അതാണ് വിഷയം. പുള്ളി അപ്പത്തിൻ്റെ ഫ്ലൈറ്റിൽ കേരളത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി വെച്ച് ഇവിടെ വന്ന് ചീട്ടെടുത്ത് ഇവിടെ ആൾത്താരെ വന്ന് ആൾത്താർ 2 കണ്ണിലും തൈലം തേച്ചപ്പോൾ കണ്ണ് ഓക്കെ. ഈ സാക്ഷ്യങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ ഫാസ്റ്റ് മൂവിങ് എന്ന് പറയണത്. ഫാസ്റ്റ് മൂവിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് അവിടെ ചെന്ന് പോയപ്പോൾ ഡോക്ടർ ചോദിക്കട്ടെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സിച്ചതെന്ന്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പ്രത്യക്ഷത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഈ മനുഷ്യൻ ഡോക്ടറിനെ സുവിശേഷ വേല ചെയ്യുകയാണ് ചെയ്യണത്. അതാണ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴികളുണ്ട്. ആ വഴികൾ ഈ സാക്ഷ്യമെല്ലാം കേട്ട് ഞാൻ പറഞ്ഞു കർത്താവ് സാക്ഷ്യത്തിന് പറ്റിയ വചനം ഏതാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരിക്കലും വചനം കാണിച്ചു തന്നെ. അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ ധ്യാനം സമാപിപ്പിക്കുകയാണ്. ജെറമിയ 31:2. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമിയ 31:2. കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം മറക്കരുത്. 33:2 വെളുപ്പിനെ കർത്താവ് തന്ന വചനമാണിത്. എന്താണ് എന്നോട് പറഞ്ഞേ? കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഒരു ക്രൈസിസിൽ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് അതിജീവിക്കണത്? കൃപയിലെ ബ്ലെസ്സിങ്സ് മാറി, അനുഗ്രഹം മാറി, പിന്നെയാണ് കൃപയുടെ കാലം വരണത്. അതാ വാളിനെ, ക്രൈസിസിനെ, ക്ലേശങ്ങളെ, ദുരിതങ്ങളെ വിശ്വാസം കൊണ്ട് അതിജീവിച്ച് കഴിഞ്ഞാൽ ആ ജനം എന്ത് ചെയ്യുന്നതാണ്? ആ ജീവിതം മരുഭൂമി പോലെ തൽക്കാലം ഇരിക്കണമെന്നുണ്ടെങ്കിലും നീ കൃപയിൽ എൻഹാൻസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ജിമ്മി പറയണത്. പുള്ളിക്കാരന് അതിനുശേഷം വൈഫ് പുള്ളിയോട് പറഞ്ഞേ, നിങ്ങളിവിടെ വന്നല്ലോ, ഇനിയിപ്പോൾ നിങ്ങളുടെ PhD പോയി,
നിങ്ങൾ ടീച്ചറാകാൻ നോക്കാൻ പറഞ്ഞു. ടീച്ചറാകാൻ വേണ്ടി നിങ്ങൾ ടീച്ചറായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് അവിടെ ISLPR എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, IELTS പോലെ. ആ ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് എഴുതാൻ വേണ്ടി ചെന്നപ്പോൾ അതിന് 8 പോയിൻ്റ് കിട്ടണം. 8 കഴിഞ്ഞപ്പോൾ അവിടെ ISLPR എഴുതിയിട്ടുള്ള 6 പ്രാവശ്യത്തിൽ തോറ്റ ആൾക്കാരാണ് മുഴുവൻ ഇരിക്കണത്. ഇങ്ങനെ ഫ്രഷ് ഹാൻഡാണ്. അവരൊക്കെ ചോദിക്കുക പറയുന്നത് ഞങ്ങളിത് എഴുതി, ഇത് ഭയങ്കര ടെസ്റ്റ് പാടുള്ളതാണ്, ഇത് 6 പ്രാവശ്യം എഴുതിയിട്ട് ഇതുവരെ കരകയറിയിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ പോയിരിക്കണം ടെസ്റ്റ് എഴുതാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെ പോയിരുന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിലാണ്, മറ്റൊരാരും ഉടമ്പടിയിലല്ലല്ലോ. ഉടമ്പടിയിൽ എന്താ ഉള്ളത്? ടൈം ഷോർട്ടനിങ് ഉണ്ട് അല്ലേ, സമയച്ചുരുക്കം. അപ്പം നിൻ്റെ കാലത്തെ തുരിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രഭാഷകൻ പറയത്തില്ലേ, കർത്താവേ ഞങ്ങളുടെ അങ്ങയുടെ കാലത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 36:8. പ്രഭാഷകൻ 36:8. വാഗ്ദാനം അനുസ്മരിച്ച് പറഞ്ഞേ, വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. ഉടമ്പടി എന്ന് പറയുന്നത് എന്തിനാ അടിസ്ഥാനപ്പെടുത്തി? വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതിയാണ് ഉടമ്പടി. അപ്പോൾ ഉടമ്പടിയിലുള്ള എന്താണ്? ടൈം ഷോർട്ടനിങ്. എന്താണ്? വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ, ചെറുതാക്കണമേ, ഷോർട്ടൺ ചെയ്യണമേ എന്നാണ്. അത് വാഗ്ദാനമാണ്. ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ടൈം 10 പ്രാവശ്യം എഴുതേണ്ട പാട്ട് നീ 1 പ്രാവശ്യം എഴുതിയാൽ മതി, ഷോർട്ട് ചെയ്ത് തരാമെന്ന് വാഗ്ദാനം ഉള്ളതല്ലേ. ജിമ്മിക്കത് അറിയാവുന്നതാണ്. ജിമ്മി പറഞ്ഞു, കർത്താവ് വാഗ്ദാനം ഉള്ളതാണല്ലോ, ഞാൻ വാഗ്ദാനത്തിന് യോഗ്യമാകാൻ വേണ്ടിയല്ലേ ഉടമ്പടി എഴുതിയിരിക്കണത്. ഈ 6 പോലെ എനിക്ക് പറ്റത്തില്ല, എനിക്കിത് ഷോർട്ടൺ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഇത് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആദ്യ ഗഡു തന്നെ പാസ്സാക്കി. ടൈം ഷോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ഉണ്ട്. അത് പ്രോസസ്സ് ടീച്ചറായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറയണത് 4 വീക്കാണ്. പുള്ളിക്ക് 10 ദിവസം കൊണ്ട് രജിസ്റ്ററായി ടീച്ചറായിട്ട്. ടൈം ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് എടുത്തിരിക്കണം എന്നൊക്കെ ഒരു ബോധം ഉണ്ടാണ്. അതായത് ഉടമ്പടിയുടെ ഈ ജിമ്മി എന്ന് പറഞ്ഞ ആള് എൻ്റെ മുഴുവൻ ഉടമ്പടി ധ്യാനങ്ങൾ 3 മാസം കൊണ്ട് മൊത്തം കണ്ടതാണ്. 500 ടോക്കുണ്ട് ഇപ്പോൾ ഉടമ്പടിയുടെ. ആ 500 പുള്ളിക്കാരൻ വന്നപ്പോൾ എന്താ ചെയ്തിരിക്കണത്? 500 സമയം കിട്ടുമ്പോൾ ഇട്ടിട്ട് ഉടമ്പടി മൊത്തം അങ്ങേര് പഠിച്ചു. മൊത്തം പഠിച്ചിട്ടാണ് ജീവിക്കണത്. അപ്പം ഇങ്ങനെ ഉള്ളിടത്ത് ദൈവം എന്താ ചെയ്യണത്? അവൻ്റെ കാര്യത്തിൽ അവൻ ക്ലിയർ ആയില്ലേ, പിന്നെ ദൈവത്തിൻ്റെ റോളല്ലേ ഉള്ളത്. അതുപോലെ ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം, നമ്മുടെ സത്യസന്ധത കൊണ്ടും വിശ്വസ്തത കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാ വാഗ്ദാനവും നിങ്ങൾ പ്രാപിക്കും. എഴുന്നേൽക്കുക. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി. പിതാവേ മഹത്വം. ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ം തീയതി 2004 ഡിസംബർ 7-ം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളുകൾ വരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ും
ഒരിടത്തേക്ക് കൈകൾ വെക്കുക. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ ഓർക്കുക, ഈ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും നിങ്ങൾ കൈവച്ചാൽ ആ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നിടത്ത് വെച്ച് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. നല്ലവണ്ണം ഇടിമുഴക്കുമ്പോൾ സൂചിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ രോഗശാന്തി പ്രാർത്ഥനയിലേക്കാം. ജീവിത വിടുതൽ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക കെടുതികൾ, സാമ്പത്തിക കടങ്ങൾ, എന്തെല്ലാം മേഖലകളിൽ നീ വേദനിക്കുന്നുണ്ടോ അതിനെല്ലാമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് മാതാവിൻ്റെ മധ്യസ്ഥലുള്ള ഉടമ്പടി. ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അങ്ങയുടെ ക്രിസ്തുവിൻ്റെ അവകാശവും ഓഹരിയുമായ തിരുസഭ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളിലേക്കും കർത്താവെ, യൂറോപ്യൻ നാടുകളിലും മറ്റ് രാജ്യങ്ങളും അനുഭവിക്കുന്ന വിശ്വാസ കുറവുകൾ കർത്താവെ, അവിടെ പുതിയ പുതിയ അടയാളം കണ്ടുകൊണ്ട് പുതിയ പുതിയ അഭിഷേകം കിട്ടിക്കൊണ്ട് സഭ വളർന്നു വരുവാനും രക്ഷയുടെ ലോകത്തിൻ്റെ ആദ്യത്തെ അവസ്ഥാനത്തിൻ്റെയും വഴിയും വാതിലുമായ ക്രിസ്തുവിനെ ലോകം നടത്തുവാനും ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷ സാക്ഷികളെ ജീവിക്കുവാനും ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തിൽ, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സമാപന ആശീർവാദം. കർത്താവിന്റെ തിരുസന്നിധിയിലെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. കൃപാസനം മാതാവിന്റെ മധ്യസ്ഥതയിലെ സിസ്റ്റർമാരെ ശുശ്രൂഷയ്ക്ക് ഇവിടെ ആവശ്യമുണ്ട്. 2 സിസ്റ്റർമാർ നമുക്ക് ആവശ്യമുണ്ട്. ദയവായി സിസ്റ്റർമാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വർഷം ഒരുക്കിയിട്ടുള്ളവരെ അവർക്ക് കൃപാസനത്തിൻ്റെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ഇവിടെ വന്ന് മാനേജറുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. സമാപന ആശീർവാദം. ശിരസ് നമിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വലിയ കൃപകൾക്കായി ദിവസം പ്രത്യേകമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.